condition of the last class, the pediatric nursing at the disease condition of the rest of jaundice ആണോ jaundice ആണോ jaundice ആണോ jaundice പഠിച്ചല്ലേ jaundice അല്ലേ അവിടെ പഠിച്ച ഫിസിയോളജിക്കൽ ആണോ അവിടെ പഠിച്ചു the types of jaundice-നകത്ത് ഫിസിയോളജിക്കൽ അല്ലേ ഇതുവരെയുള്ള റെക്കോർഡിംഗ് കിട്ടിയല്ലോ ഇതുവരെയുള്ള എല്ലാ റെക്കോർഡിംഗ് കിട്ടിയല്ലോ ഇതുവരെയുള്ള എല്ലാ റെക്കോർഡിങ്സും ക്ലിയർ കിട്ടിയല്ലോ ഇന്ന് OBG റെക്കോർഡ് കിട്ടിയത് OBGയുടെ കിട്ടിയോ ഞാൻ ബസ് വരുമ്പോ എവിടെയെങ്കിലും അഥവാ കറണ്ട് പോയാലോ വരുമ്പോ വീട്ടിൽ കറണ്ട് പോയാലോ കിട്ടിയിരുന്നോ കിട്ടിയോ OBG റെക്കോർഡിംഗ് കിട്ടിയായിരുന്നു OBG റെക്കോർഡിംഗ് പഠിച്ചോണെങ്കിൽ പഠിച്ചോ യെസ് പഠിച്ചു സോ നമ്മൾ ഇന്ന് ജോണ്ടിസിനകത്ത് ഫിസിയോളജിക്കൽ ജോണ്ടിസ് ഉണ്ട് പാത്തോളജി പറഞ്ഞില്ലേ സോ എന്താണ് ഫിസിയോളജിക്കൽ ജോണ്ടിസിനകത്ത് ഫിസിയോളജിക്കൽ എന്ന് പറഞ്ഞു പാത്തോളജിക്കൽ എന്ന് പറഞ്ഞു എന്താ ഫിസിയോളജി എന്താ ഒന്നുകൂടെ പറയാം എന്താ ഫിസിയോളജിക്കൽ ജോണ്ടിസ് എന്താ ഇത് കുട്ടികൾ RBCയുടെ ഫാസ്റ്റർ ആയിട്ട് RBC ഡിസ്ട്രക്ഷൻ ചെയ്യുന്നതാണോ കുട്ടികൾ ഫാസ്റ്റ് ആയിട്ട് RBC ഇതൊരു പഠിക്കാൻ കാര്യമല്ലേ ഇത്രയും വർഷം കൊണ്ട് അറിയാത്ത കാര്യമാണ് കുട്ടികൾ എപ്പോഴും ഫാസ്റ്റർ ആയിട്ട് RBC ഡിസ്ട്രക്ഷൻ ചെയ്യുന്ന കാരണം കണ്ടീഷൻ ഏതാ എന്തായിരിക്കും കുഞ്ഞുങ്ങൾ എപ്പോഴും കണ്ടുപിടുന്ന ജോണ്ടിസ് ഏത് ഫിസിയോളജിക്കൽ ജോണ്ടിസ് പറയുന്നത് എന്തായിരിക്കും ഫാസ്റ്റ് ഡിസ്ട്രക്ഷൻ ഓഫ് RBC അല്ലേ നിയോനൈറ്റ്സിൽ എപ്പോഴും ഫാസ്റ്റർ ആയിട്ട് RBC ഡിസ്ട്രക്ഷൻ ചെയ്യുമ്പോൾ ഉള്ള കണ്ടീഷൻ ഏതാ ഫിസിയോളജിക്കല്ലേ അപ്പൊ ചോദ്യം വരും നോർമൽ ലൈഫ് സ്പാൻ ഓഫ് RBC നോർമൽ എത്രയാ 120 അല്ലേ 120 അല്ലേ നോർമൽ സാധാരണ 120 അല്ലേ പക്ഷെ ഇപ്പോൾ കുട്ടി എത്രയാ ന്യൂ നേഴ്സൽ RBC ലൈഫ് സ്പാൻ എത്രയാ 80 ഡേയ്സിൽ 80 ദിവസം നിയോനേറ്റ് എന്ന് പറയുമ്പോൾ RBC ലൈഫ് എപ്പോഴും 120 അല്ല 80 ദിവസം അല്ലേ ഷോർട്ടർ ലൈഫ് സ്പാൻ അല്ലേ ലൈഫ് സ്പാൻ എപ്പോഴും കുറവല്ലേ ലൈഫ് സ്പാൻ കുറവല്ലേ മാത്രമല്ല ഈ പറഞ്ഞ കുട്ടികൾ എപ്പോഴും ഹീമോഗ്ലോബിൻ ലെവൽ കൂടുതൽ കുറവാണോ കുട്ടികൾ എപ്പോഴും ഹീമോഗ്ലോബിൻ ലെവൽ ഹൈ ആണോ കുറവാണോ ഹൈ അല്ലേ കൂടുതലല്ലേ എത്ര ആയിരിക്കും ഒരു 80 to 20 mg പെട്ടില്ലേ 80 to 20 mg പെട്ടില്ലായിരിക്കും അല്ലേ അപ്പോൾ RBC എന്തായിരിക്കും ഷോർട്ടർ ലൈഫ് ആണ് ഹീമോഗ്ലോബിൻ ഹൈ ആണ് ശരിയല്ലേ RBC ഡിസ്ട്രക്ഷൻ കൂടുതൽ നടക്കും അതുപോലെ തന്നെ എന്താണ് ഹീമോഗ്ലോബിൻ കൂടുതലാണെങ്കിൽ എന്തായിരിക്കും ഫിസിയോളജിക്കൽ ജോണ്ടിസ് വരാം ശരിയല്ലേ ഇനി ഈ രണ്ട് കാരണമായി വേറെ കാരണമുണ്ടോ വേറെ കാരണമുണ്ട് എല്ലാവർക്കും എപ്പോഴും അറിയുന്ന ഒരു പേരാണ് ഇത് ഗ്ലൂക്കോ പേര് എന്ത് എൻസൈമിന്റെ പേരാ എന്ത് എൻസൈം ആണോ എന്തിന് പേരെന്താ ലിവറിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ഇത് ഗ്ലൂക്കോ യൂറിൻ ട്രാൻസ്ഫേഴ്സ് അല്ലേ ഗ്ലൂക്കോ യൂറിൻ ട്രാൻസ്ഫേഴ്സ് അത് എൻസൈമിന്റെ പ്രൊഡക്ഷൻ കുറയുമോ കൂടുമോ കുറയില്ലേ ഇത് ലിവറിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്ലൂക്കോ ട്രാൻസ്ഫേഴ്സ് കുറയില്ലേ കാരണം എന്താ ഇമ്മച്ചുവർ ലിവറല്ലേ ആ കുട്ടിയായ സമയത്ത് ലിവർ ഇമ്മച്ചുവർ അല്ലേ കുട്ടിയായിരിക്കുന്ന സമയത്ത് കുഞ്ഞായിരിക്കുമ്പോൾ നിയോനേറ്റ് അടിക്കുമ്പോൾ ലിവർ ഇമ്മച്ചുവർ അല്ലേ ആ സമയത്ത് ഈ ഒരു എൻസൈമിന്റെ പ്രൊഡക്ഷൻ കുറയുമ്പോഴും എന്ത് കണ്ടീഷൻ വരാം എന്ത് വരാം ജോണ്ടിസ് ഒന്നുകൂടെ അപ്പൊ ഹീമോഗ്ലോബിൻ അത് കുറഞ്ഞു വരാം ഹീമോഗ്ലോബിൻ കുറഞ്ഞ കുടിയിലാണ് വരുന്നത് ഹീമോഗ്ലോബിൻ കുറഞ്ഞാണോ കൂടുതലാണോ ഹീമോഗ്ലോബിൻ കൂടിയ RBC കുറഞ്ഞ കുടിയിലാണോ RBC ലൈഫ് സ്പാൻ കുറഞ്ഞാൽ 80 ഡേയ്സ് അതുപോലെ തന്നെ ലിവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്ലൂക്കോ യൂറിൻ ട്രാൻസ്ഫേഴ്സ് എന്ന എൻസൈം അത് കുറഞ്ഞാലാണോ വരുന്നത് ഇമ്മച്ചുവർ ലിവർ കാരണം കുറഞ്ഞാലും വന്നുകൂടെ
വരാം. ഈ 3 കാരണം എന്ത് വരാം? എന്ത് ജോണ്ടിസ് വരാം? ഫിസിയോളജിക്കൽ നോർമൽ ജോണ്ടിസ് അല്ലേ? ഈ 3 കാരണം കൊണ്ട് എപ്പോഴും നോർമൽ ഫിസിയോളജിക്കൽ ജോണ്ടിസ് ഉണ്ടാകാം. നമ്മുടെ ബോഡിയിൽ നോർമലായിട്ട് ഈ പറഞ്ഞ എന്താണ് ഈ പറഞ്ഞ ഗ്ലൂക്കോയൂൺ ട്രാൻസ്ഫേഴ്സ് അത് എക്സ്ക്രീറ്റ് ചെയ്യുന്നവരാ. നോർമൽ ഹ്യൂമൻ ബോഡിയിലാണെങ്കിൽ ഈ പറഞ്ഞ ഗ്ലൂക്കോയൂൺ ട്രാൻസ്ഫേഴ്സ് എൻസൈം അത് എക്സ്ക്രീറ്റ് ചെയ്യാൻ സഹായിക്കുന്നവരാ ലിവർ അല്ലേ? നോർമൽ ബോഡി ആണെങ്കിൽ ഈ പറഞ്ഞ ലിവർ എപ്പോഴും ഗ്ലൂക്കോയൂൺ ട്രാൻസ്ഫേഴ്സ് എൻസൈമിനെ എക്സ്ക്രീറ്റ് ചെയ്യും. പക്ഷെ കുഞ്ഞുങ്ങളാകുമ്പോൾ അവിടെ ഇമ്മച്ചുവർ ലിവർ അല്ലേ? കുഞ്ഞുങ്ങളാകുമ്പോൾ ഇമ്മച്ചുവർ ലിവറാണ് എക്സ്ക്രീറ്റ് സഹായിക്കാൻ പറ്റാതെ വരുമ്പോൾ എന്ത് സംഭവിക്കും? ഈ പറഞ്ഞ ജോണ്ടിസ് വന്നുകൂടെ കുഞ്ഞുങ്ങളാകുമ്പോൾ ഇമ്മച്ചുവർ ലിവർ ആകുമ്പോൾ ഈ പറഞ്ഞ അത് എക്സ്ക്രീറ്റ് ചെയ്യാൻ പറ്റാതെ തന്നെ ഗ്ലൂക്കോയൂൺ ട്രാൻസ്ഫേഴ്സ് എൻസൈം എക്സ്ക്രീറ്റ് ചെയ്യാൻ പറ്റാതെ തന്നെ ജോണ്ടിസ് വരാം. മറക്കരുത്. ഈ 3 കാരണം കിട്ടിയോ? ഇനി ഏതെങ്കിലും ബാക്ടീരിയ ഇൻഡസ്ട്രിയൽ ബാക്ടീരിയൽ ഫ്ലോറ ഉണ്ടെങ്കിൽ ഈ 3 കാരണമല്ലാതെ വേറെ ബാക്ടീരിയ ഇൻഡസ്ട്രിയൽ ഫ്ലോറ കാണുമ്പോ നോർമൽ ബിലിറൂബിൻ പ്രൊഡ്യൂസ് ചെയ്യാൻ സഹായിക്കാൻ വേണ്ടി ഇൻഡസ്ട്രിയൽ ഫ്ലോറ സഹായിക്കുന്നു. ബോഡിക്കകത്ത് നോർമൽ ഈ പറഞ്ഞ ബിലിറൂബിൻ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഇൻഡസ്ട്രിയൽ ഫ്ലോറ സഹായിക്കില്ലേ? സഹായിക്കും. നോർമലായിട്ട് ഈ പറഞ്ഞ എന്താണ് നമ്മുടെ ബോഡിക്കകത്തുള്ള ഇൻഡസ്ട്രിയൽ ഫ്ലോറ എപ്പോഴും ഈ പറഞ്ഞ എന്താണ് ഈ പറഞ്ഞ സംഭവം എന്താ ബിലിറൂബിനല്ലേ? നോർമൽ ബിലിറൂബിന്റെ സഹായിക്കും. പക്ഷേ ഇൻഡസ്ട്രിയൽ ഫ്ലോറ ആബ്സെന്റ് ആണെങ്കിൽ ഇൻസഫിഷ്യന്റ് ആണെങ്കിൽ സഹായിക്കുമോ? ഇൻഡസ്ട്രിയൽ ഫ്ലോറ ഇൻസഫിഷ്യന്റ് ആണ്, ആബ്സെന്റ് ആണെങ്കിൽ സഹായിക്കുമോ? എക്സ്ക്രീഷൻ നടക്കും. സെക്രീഷൻ നടക്കുമോ? ഇൻഡസ്ട്രിയൽ ഫ്ലോറ ഇല്ലെങ്കിൽ നടക്കുമോ? ഫ്ലോറ ഇല്ല. ഈ പറഞ്ഞ ഇൻഡസ്ട്രിയൽ ഫ്ലോറിന് ബാക്ടീരിയ ഇല്ലെങ്കിൽ നടക്കില്ല. ഇത് 4 കാരണം എപ്പോഴും ഓർമ്മിക്കുക. മഴ എങ്ങനെയുണ്ട്? ആർക്കെങ്കിലും പ്രശ്നമുണ്ടോ? മഴ കാരണം ആരുടെയും വീട്ടിൽ പ്രശ്നമുണ്ടോ? ഉണ്ടോ? ആരുണ്ടോ? ഉണ്ടോ? ഇത് മഴ കാരണം ഒരു കുട്ടി വിളിച്ചോ. മഴ കാരണം ഒരു കുട്ടി വിളിച്ചു, സാർ 5% ചാർജ്. സാർ ചാർജ് 5 ഉള്ളൂ, ഞാൻ എങ്ങനെ പഠിക്കും? 5% ഉള്ളൂ, ഞാൻ എങ്ങനെ പഠിക്കും? ക്ലാസ് ഉണ്ട്. 5% ചാർജ്, നീ പാസ്സാവണം. ഞാൻ വിളിച്ചു, ഇത് വട്ടാണോ അതോ 5 ഉള്ളൂ സാർ, ഞാൻ പഠിക്കും. ഞാൻ പറഞ്ഞു, അപ്പുറത്തെ വീടുണ്ടോ? എവിടെയും ചാർജ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഒന്നുമില്ല. പവർ ബാങ്ക് ഉണ്ടോ? അതുമില്ല. നമ്മൾ നാളെ റെക്കോർഡ് കേട്ടിയോ? റെക്കോർഡിംഗ് അല്ല, ലൈവ് വേണം. പറ്റുമോ? മഴ ഞാൻ ചെയ്യാൻ പറ്റുമോ? അല്ലേ, മഴ കാരണം ഞാൻ ചെയ്യാൻ പറ്റുമോ? ഞാൻ എന്ത് ചെയ്യണം? കറണ്ട് കൊടുക്കാൻ പറ്റുമോ? സാർ കറണ്ട് വരുന്നില്ല, ഞാൻ എന്ത് ചെയ്യണം? പഠിക്കാൻ വേണ്ടി എത്രയും ആത്മാർത്ഥയോടെ എന്താണ് കാത്തിരിക്കുകയാണ്. എവിടെ? അടുത്ത പറയുന്നല്ലേ? ഇവിടെ ഫുൾ കറണ്ടും ഉണ്ട്, ചാർജും ഉണ്ട്, 2-3 ഫോണും ഉണ്ട്. എവിടെ പഠിക്കാല്ലേ? 2-3 ഫോണും ഉണ്ട്. ഇതല്ലെങ്കിൽ അത് മറ്റെന്താണ്? അങ്ങ് ഇടുക്കി ഭാഗത്താണോ? ഇടുക്കി കഴിഞ്ഞ ഭാഗത്താണ്. സാർ മഴയാണ്, കറണ്ട് ഇല്ല, 5% ഉള്ളൂ, ഞാൻ എങ്ങനെ പഠിക്കും? 5 ഉള്ളൂ, ലൈവ് അറ്റൻഡ് പറ്റില്ലേ? ഞാൻ റെക്കോർഡിങ് കിട്ടുമോ? റെക്കോർഡിങ് വേണ്ട, ലൈവ് വേണം. ഇവിടെ നിന്ന് അവിടെ പോയി ചാർജ് കൊടുക്കണോ? ആരുണ്ടോ? അറിവുണ്ടോ? അതുപോലെ ഇപ്പൊ കറണ്ട് ആരെയും ഉണ്ടോ? കറണ്ട് ഇല്ലാത്ത ആരെയും ഉണ്ടോ? ഉണ്ടോ? അറിവുണ്ടോ? അല്ലേ, പറഞ്ഞേ. ഫിസിയോളജിക്കൽ ജോണ്ടിസ് ഉണ്ടാവുള്ള 3 കാരണം എന്തൊക്കെയാണ്? ഫിസിയോളജിക്കൽ ജോണ്ടിസ് ഫസ്റ്റ് 3 കാരണം പറഞ്ഞേ. കുഞ്ഞുങ്ങളിൽ ഫിസിയോളജിക്കൽ ജോണ്ടിസ് ഉള്ള ഫസ്റ്റ് 3 കാരണം പറഞ്ഞേ.
ഫസ്റ്റ് മൂവ് പറഞ്ഞതൊക്കെയാ എപ്പോഴാ വരുന്നത്? RBC ഡിസ്ട്രക്ഷൻ. അതിന് മുമ്പേ ഒരു ചോദ്യമുണ്ട്, ഫിസിയോളജിക്കൽ ജോൺസ് എപ്പോ അപ്പിയർ ചെയ്യും? ഫസ്റ്റ് നോർമൽ എപ്പോഴാ? ആഫ്റ്റർ ഡെലിവറി 24 മണിക്കൂറിലാണോ? ആഫ്റ്റർ ഡെലിവറി 24-48ആണോ? 24 മണിക്കൂറല്ലേ? ആഫ്റ്റർ ഡെലിവറി 24 മണിക്കൂർ. അപ്പൊ ഈ 3 കാരണം ഇതൊക്കെയാ. പ്രീടൈം ബേബീസ് എന്നാ പറഞ്ഞില്ലേ? പ്രീടൈം ആണെങ്കിൽ 48, നോർമൽ ആണെങ്കിൽ 24 അല്ലേ? പ്രീടൈം ആണെങ്കിൽ 48, നോർമൽ ആണെങ്കിൽ 24 മണിക്കൂർ. 3 കാരണം പറഞ്ഞേ ഏതൊക്കെയാ? RBC ലൈഫ് ഷോർട്ടർ ആണെങ്കിൽ വരാം, ഹീമോഗ്ലോബിൻ ലെവൽ ഹൈ ആണെങ്കിൽ വരാം, അതുപോലെ തന്നെ ഗ്ലൂക്കോ യൂറിൻ ട്രാൻസ്ഫേഴ്സ് എൻസൈം, ലിവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന എൻസൈമിന്റെ പ്രൊഡക്ഷൻ കുറഞ്ഞാലും വരാം, വന്നൂടെ. മാത്രമല്ല ഇൻഡസ്ട്രിയൽ ഫ്ലോറ അതിന്റെ പ്രൊഡക്ഷൻ ഇൻസഫിഷ്യന്റ് ആയാലും വന്നൂടെ. കിട്ടിയോ? 2 ചോദ്യമുണ്ട്. ടേം ബേബീസിൽ എപ്പോ വരും? പ്രീടൈം എപ്പോ വരും? പ്രീടൈം ആണെങ്കിൽ 48 മണിക്കൂർ കഴിഞ്ഞാണ് ഫിസിയോളജിക്കൽ ജോഡിസ് ഉണ്ടാവുന്നത്. പ്രീടൈം ബേബീസ് ആണെങ്കിൽ 48 മണിക്കൂർ കഴിഞ്ഞാണ് ഫിസിയോളജിക്കൽ ജോഡിസ് ഉണ്ടാവുന്നത്. ആണ് ടേം ബേബീസ് ആണെങ്കിൽ 24, ടേം ബേബീസ് ആണെങ്കിൽ 24 മണിക്കൂർ കഴിഞ്ഞ് ജോണ്ടിസ് ഉണ്ടാവും. മറക്കരുത്. 2 ചോദ്യം ഉണ്ട്. പ്രീടൈം ബേബീസ് ആണെങ്കിൽ 48 മണിക്കൂർ കഴിഞ്ഞ് ഫിസിയോളജിക്കൽ ജോണ്ടിസ് ഉണ്ടാവും. ടേം ബേബീസ് ആണെങ്കിൽ എത്രയാണ്? ടേം എത്രയാ? ടേം 24. മറക്കരുത്. ചോദ്യം 2 വരും. പ്രീടൈമും ടേമും മറക്കരുത്. ഇനി എപ്പോഴാ പറയുന്നത്? എപ്പോഴാ സബ്സിഡി? എപ്പോഴാ സബ്സിഡി? എപ്പോഴാ സബ്സിഡി? എപ്പോഴാ? കാര്യമുണ്ട്, ഏറ്റവും കാര്യമുണ്ട് കേട്ടോ. ഏറ്റവും പകരം ആർക്കെങ്കിലും ടൈം ഉണ്ടോ? ആർക്കെങ്കിലും ടൈം ബേബി ഉണ്ടോ? ആർക്കെങ്കിലും ടൈം ബേബി ഉണ്ടോ? അല്ല നോർമൽ ആണോ? ടൈം ഉണ്ടോ? ടൈം ബേബി ടൈം ബേബി ആണെങ്കിൽ 4ാമത്തെ ദിവസം പോഴേ, 4ാമത്തെ ദിവസത്തെ കൂടുതൽ മാക്സിമം ആകില്ലേ? ടൈം ആകുമ്പോൾ 4ാമത്തെ ദിവസം ഈ പറഞ്ഞ ബിൽറൂമില്ലേ മാക്സിമം ലെവൽ ഓഫ് ടൈം ബേബി ആണെങ്കിൽ ബിൽറൂം എപ്പോഴും 4th ഡേ എത്തുമ്പോൾ മാക്സിമം ലെവലും ആ സബ്സൈഡ് എപ്പോഴാ? അത് കുറയുന്ന എപ്പോഴാ? ടൈം ആണെങ്കിൽ 4th ഡേ എപ്പോഴും ബിൽറൂമിൽ മാക്സിമം ആവുകയും 7th ഡേ ആകുമ്പോൾ കുറയുകയും ചെയ്യും. 7th ഡേ ഓഫ് ഡെലിവറി ആകുമ്പോൾ ഈ ബിൽറൂമിൽ കുറയുകയും ചെയ്യും. ടേം ബേബി ആണെങ്കിൽ 4ാമത്തെ ദിവസം ആകുമ്പോൾ ബിൽറൂമിൻ ഹൈ ആവുകയും 7th ഡേ ഓഫ് ഡെലിവറി ആകുമ്പോഴേക്കും ബിൽറൂമിൻ കുറയുകയും ചെയ്യും. എനിക്ക് പുതിയ അറിവില്ലേ? പുതിയ അറിവില്ലൊക്കെ വെറുതെ ജനിക്കുന്നു, കരയുന്നു, അടുക്കുന്നു, പോകുന്നു അല്ലേ? ജനിക്കുന്നു, കരയുന്നു. അപ്പോ ടേം ആണെങ്കിൽ എത്ര മണിക്ക് തുടങ്ങും? ടേം ആണെങ്കിൽ എത്ര മണിക്കൂർ കഴിഞ്ഞ് തുടങ്ങും ബിൽറൂമിൻ? 24. ഹൈപ്പർസ്റ്റോപ്പോ? മാക്സ് എപ്പോ? മാക്സ് എത്ര സമയം? മാക്സിമം ടേം ആണെങ്കിൽ ടേം എത്രയാ? ടേം ആണെങ്കിൽ 4th ഡേ അല്ലെ? 4th ഡേ 4th സബ്സിഡി 4th ആ 7 ആവട്ടെ. ടേം ആണെങ്കിൽ പറഞ്ഞേ 7th ഡേ 7th ഡേ മറക്കരുത്. ടേം ആണെങ്കിൽ 7th ഡേ. ടേം പറഞ്ഞു 4ാം ദിവസം മാക്സിമം 4 ദിവസം അല്ലേ? 4ാം ദിവസം ഈ പറഞ്ഞ ബിൽഡർ മാക്സിമം ആകുമ്പോൾ ഈ 7th ഡേ ആകുമ്പോൾ ടേമിൽ കുറയുമല്ലേ? ടേം ആണെങ്കിൽ 4ാമത്തെ ദിവസം മാക്സിമവും 7th ഡേ ബിൽഡറിൽ കുറയും. ക്ലിയർ ആയോ? 2 കാര്യം. ബിൽഡറിൽ ലെവൽ ടേം ആണെങ്കിൽ 4ാം ദിവസം മാക്സിമം 7th ഡേ കുറയും. അതേസമയം പ്രീടൈം ആണെങ്കിലും പ്രീടൈം ആണെങ്കിൽ മാക്സിമം എത്ര ദിവസമാ? 5 to 6 അല്ലേ? മാക്സിമം 5 to 6 മിനിമം എപ്പോഴാ? സബ്സിഡി എപ്പോഴാ? 14th ഡേ അല്ലേ? 14th ഡേ ഇപ്പോ എന്ത് കുറയുകയും ചെയ്യും അല്ലേ? നോട്ട് വായിച്ചില്ലേ? നോട്ട് വായിച്ചു. ടേം ആണെങ്കിൽ 4th ഡേ
the peak എത്തുമല്ലേ? The ടേം ആകുമ്പോ 14 the peak എത്തുകയും 14 4 ആണോ? 4 ആണോ? The ടേം 4 the ടേം 4 അല്ലേ? The ടേം 4 and subside the pre-term എപ്പോഴാ? The pre-term subside എപ്പോഴാ? 14 14 the pre-term കുറഞ്ഞപ്പോഴാ? 14 pre-term കുറഞ്ഞപ്പോൾ 14. ഇന്നലെ ഇപ്പൊ കറണ്ട് കേട്ടോ. ഇന്നലെ ഞാൻ വീട്ടിൽ വന്നപ്പോഴേ ഇന്നലെ ഇപ്പൊ കറണ്ട. ഇന്നലെ രാത്രിയോട് കറണ്ടില്ല. ഇന്നലെ രാത്രിയോട് ഇന്ന് ഈവനിങ് പോയ കറണ്ട്. അവിടെ ഉണ്ടായിരുന്നു. ഇന്നലെ രാത്രി പോയ കറണ്ട്. ഇന്ന് ഈവനിങ് പറ്റില്ല. അവിടെ ഉണ്ടായിരുന്നു. ഉണ്ടായിരുന്നോ? ഇല്ലല്ലോ. ഉണ്ടായിരുന്നു. ഇന്നലെ പോയപ്പോ രാത്രി 10 മണിക്ക് പോയ കറണ്ട് ഉണ്ടായിരുന്നു. കറണ്ട് ഉണ്ടോ? ഇല്ല. സ്ഥലം എവിടെയാ? ഉണ്ടോ? ഇന്നലെ ഇപ്പൊ കറണ്ട് ഇവിടെ ഇല്ലേ? ഇത് തിരുവനന്തപുരം ഇന്നലെ ഇപ്പൊ കറണ്ടാ. തിരുവനന്തപുരം ഇന്നലെ ഇപ്പൊ കറണ്ടാണ്. ഇന്ന് ഈവനിങ് വന്നത്. ഈവനിങ് വന്നത്. കുറെ മരം വീണ് ഒടിഞ്ഞ് ലൈൻ പോസ്റ്റ് വീണ് ഒടിഞ്ഞ്. ഞാൻ ഇന്ന് ചാർജ് ചെയ്യാൻ വേണ്ടി എവിടെ ഓടിന്നറിയാമോ? ചാർജ് ചെയ്യാൻ ഫോണൊന്ന് ചാർജ് ചെയ്യാൻ വേണ്ടി മഴയുടെ ശരി മഴ ഞാൻ ചാർജ് ചെയ്യാൻ വേണ്ടി ഓടി. രാവിലെ ഓടിപ്പോയി 1 മണിക്കൂർ എടുത്തിരുന്നു. ചാർജ് ചെയ്തു. അപ്പോൾ കാരണം ചോദ്യം വരും. അങ്ങനെയാണെങ്കിൽ ദ ടേം പറഞ്ഞു, ദ പ്രീ ടൈം പറഞ്ഞു. നോർമൽ ടൈം എത്രയാണ് ഒരു വാല്യൂ പറയണ്ടേ? ഇവിടെ അടുത്ത ചോദ്യം വരുന്നത് KPSC എക്സാമിന് അടുത്ത ചോദ്യം വരുന്നത് ദ ടേമിലുള്ള ഈ പറഞ്ഞ ദ ബിൽറൂബിൻ ലെവൽ എത്രയാ? അടുത്ത ചോദ്യം സ്ഥലമാണ് ദ ടേമിലുള്ള ബിൽറൂബിൻ ലെവൽ എത്രയാ? ഞാൻ ഓരോ കാര്യം നിർത്തി പറയുകയാണ്. ചോദ്യം വരും. അടുത്തവന് ചോദ്യം ദ ടേമിലുള്ള ബിലിറൂബിൻ ലെവൽ എത്രയാണ്? ചോദ്യം വരും. ഒരു മെച്ചൂർ ടേം ആണെങ്കിൽ ഇൻ ദ മെച്ചൂർ ടേം ബേബീസ് ആണ് എത്രയായിരിക്കും? ലെസ് ദാൻ 10 ആണോ? മില്ലിഗ്രാം പെർ ഡെസിലിറ്റർ ആണോ? ദ മെച്ചൂർ ടേം ആണെങ്കിൽ ലെസ് ദാൻ 10 മില്ലിഗ്രാം പെർ ഡെസിലിറ്റർ എപ്പോഴും പറഞ്ഞേ. അത് നിങ്ങൾക്ക് അറിയായിരിക്കും. ഇത് mg per dl അറിയില്ലല്ലോ. എപ്പോഴും തെറ്റിപ്പോകുന്ന ഇത് നോർമൽ വാല്യൂസ് KPSC ചോദിക്കുമ്പോൾ ഇത് mg per dl മറന്നു പറഞ്ഞില്ലേ? ശരിയല്ലേ? മിക്കവാറും എപ്പോഴും mg per dl എന്ന വാക്ക് പല നോർമൽ വാല്യൂസ് പഠിക്കുമ്പോഴും mg per dl എന്ന വാക്ക് മറന്നു പോകാറുണ്ടല്ലേ? മറക്കാറില്ലേ? സോ ദ ബിൽറൂബിൻ ലെവൽ ദ ടേം ബേബീസ് എത്രയാ? എത്ര മെച്ചൂർ ആണെങ്കിൽ മെച്ചൂർ എത്രയായിരിക്കും? 10 mg per dl താഴെ ആയിരിക്കും, എബോ ആയിരിക്കും, ലെസ്റ്റ് ആയിരിക്കും അല്ലെ? 10നേക്കാൾ താഴെയല്ലേ? 10 mg താഴെയാണെങ്കിൽ ദ ടേം ബേബീസ് ഉള്ള ബിൽറൂബിൻ ലെവലാണ്. അതേപോലെ തന്നെ ദ പ്രീ ടൈം ബേബീസ് ആണ് എത്രയായിരിക്കും? അതുപോലെ തന്നെ ദ പ്രീ ടൈം ബേബീസ് ആയിരിക്കും ലെസ് ദാൻ 15 mg per dl അല്ലേ? ദ പ്രീ ടൈം ആണെങ്കിൽ 15 mg per dl താഴെയായിരിക്കും. ദ ടേം ആണെങ്കിൽ ദ 10 താഴെയായിരിക്കും. ദ ടേം എത്രയാ? 10 താഴെ. ദ പ്രീ ടൈം എത്രയാ? 15. പ്രീ ടൈം ആണെങ്കിൽ 15, ദ ടേം ആണെങ്കിൽ 10 അല്ലേ? പ്രീ ടൈം ആണെങ്കിൽ 15, ദ ടേം ആണെങ്കിൽ 10. നോർമൽ അഡൽട്ട് എത്രയാ? ഏകദേശം അവിടെ ഒന്നുമില്ല. നോക്കണ്ട നോട്ടിൽ നോക്കണ്ട. 1.2 1.2 നോക്കണം. അവിടെ ഒന്നുമില്ല. ഇവിടെ ഞാൻ ഇതിന്റെ പീരീഡ് പറയുന്നത് നോർമൽ അഡൽട്ട് ആണെങ്കിൽ 1.2 അല്ലേ? അതാണ് മറക്കരുത്. സോ നമുക്ക് എന്താ ഫിസിയോളജിക്ക് ജോൺസ് അല്ലേ? എക്സാമിന് ഒരുപാട് ചോദ്യങ്ങൾ ഇവിടെ ചോദിക്കും. ഫിസിയോളജി ചോദിക്കട്ടോ. എക്സാമിന് ഈ നോട്ട് തന്നെ ഞാൻ ഇന്നലെ ഇന്നും ഞാൻ വീണ്ടും പോസ്റ്റ് ചെയ്തായിരുന്നു. ഈ നോട്ട് ഞാൻ ഇന്ന് 2 പ്രാവശ്യം ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യുന്നു. ഇതേ നോട്ട് 2 പ്രാവശ്യം
പോസ്റ്റ് ചെയ്തെന്നോ? പോസ്റ്റ് ചെയ്തായിരുന്നു ഗ്രൂപ്പിൽ. നോട്ട് ഇന്നലെയും ഇന്നുമായിട്ട് 2 പ്രാവശ്യം പോസ്റ്റ് ചെയ്ത് ഉണ്ടല്ലോ. ചോദ്യം വരും, ഫിസിയോളജിക്കൽ ജോണ്ടിസിന്റെ കോസസ് എന്തൊക്കെയാണ്? മേജർ റീസൺസ് 3 കാരണം എന്തൊക്കെയാ? ഫിസിയോളജിക്കൽ ജോണ്ടിസിന്റെ 3 കാരണം എന്തൊക്കെയാ? 3 കാരണം. RBCയുടെ ഫാസ്റ്റ് ഡിസ്ട്രക്ഷൻ. ഒന്നാമത്തെ കാരണം RBCയുടെ ഫാസ്റ്റ് ഡിസ്ട്രക്ഷൻ. രണ്ടാമത്തെ കാരണം RBC സ്പാൻ എത്രയാ? 80 താഴെയാണ്. അതുപോലെ തന്നെ ഹീമോഗ്ലോബിൻ ലെവൽ കുഞ്ഞുങ്ങൾ കുറഞ്ഞാൽ ആണ് കൂടുതലാണോ? ഹൈ ആണോ? ഹീമോഗ്ലോബിൻ ഹൈ അല്ലേ? ഹൈ അല്ലേ? ഒരു കാരണമായി. എന്താ ഒരു കാരണം? ഹീമോഗ്ലോബിൻ ഹൈയും RBCയുടെ ഫാസ്റ്റ് ഡിസ്ട്രക്ഷൻ ഒരു കാരണമായി. ഹീമോഗ്ലോബിൻ ഹൈയും RBCയുടെ ഫാസ്റ്റ് ഡിസ്ട്രക്ഷൻ ഒരു കാരണമായാൽ രണ്ടാമത്തെ കാരണം എന്താ? ഇമ്മച്വർ ലിവർ ഇമ്മച്വർ കാരണം എന്ന് പറയുന്നത്. ലിവർ ഇമ്മച്വർ കാരണം എന്ന് പറയുമ്പോൾ എന്ത് എൻസൈമിന്റെ പ്രൊഡക്ഷൻ നടക്കില്ല? ഗ്ലൂക്കോയോൺ ട്രാൻസ്ഫേഴ്സ് എൻസൈമിന്റെ പ്രൊഡക്ഷൻ നടക്കില്ല. ശരിയല്ലേ? അല്ലേ? ലിവർ ഇമ്മച്വർ എന്ന് പറയുമ്പോൾ ഗ്ലൂക്കോയൂറിൻ ട്രാൻസ്ഫേഴ്സ് എൻസൈമിന്റെ പ്രൊഡക്ഷൻ നടക്കില്ല, അതുകൊണ്ട് തന്നെ എക്സ്ക്രീഷൻ നടക്കില്ല. ശരിയല്ലേ? വേറെ റീസൺ ഉണ്ടോ? വേറെ റീസൺ ഉണ്ടോ? 1 2 ഏതാണോ? ലിവർ എൻസൈംസ് കുറയല്ലേ? ഇൻഡസ്ട്രിയൽ ഫ്ലോറ ഫ്ലോറൻസ് നൈറ്റിംഗേൽ ജനിച്ച വർഷം ഏതാ? നൈറ്റിംഗേൽ ജനിച്ച വർഷം ഏതാ? നൈറ്റിംഗേൽ ജനിച്ച വർഷം ഏതാ? 1870. മരിച്ചു? എപ്പോ മരിച്ചു? പറഞ്ഞു. 1910 10ആണോ? പറഞ്ഞേ. നൈറ്റിംഗേൽ എപ്പോഴും ജനിച്ച വർഷം ഏതാ? മരിച്ച വർഷം ഏതാ? പറഞ്ഞേ. മിണ്ടുന്നില്ല. നോട്ടി സ്പീഡ് പറഞ്ഞു. ക്ലിയർ. ഇത്രയും ക്ലിയർ ആയോ? ഇതുവരെ ക്ലിയർ ആയോ? ഒരു മിനിറ്റ്. ഞാൻ ഇന്ന് പോയ മീറ്റിംഗ് ഉണ്ട്. ഒരു മിനിറ്റ്. പോയ മീറ്റിംഗിന്റെ ഒരു അപ്ഡേറ്റ്. 1 മിനിറ്റ്. യെസ്. കിട്ടി സാർ. കിട്ടി. അതിന്റെ ഡേറ്റ നോക്കിയിരുന്നു. അത് 12-ാമത്തെ 13 അത് ചെറിയ ഓക്കെ. ഞാൻ 12-13 ഞാൻ അത് അപ്ഡേറ്റ് ഉണ്ട്. ഞാൻ ഇമെയിൽ ആയിട്ട് അയച്ചുകൊണ്ടത്. 12-13 ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. സാർ നാളെ സബ്മിറ്റ് ചെയ്യുമ്പോഴാണ് വിളിക്കണേ. ഞാൻ അയച്ചത് കേട്ടോ. ഇന്ന് രാത്രി അയച്ചത് കേട്ടോ. 12-13 പേജിൽ 12-ാമത്തെയും 13-ാമത്തെ പേജിൽ ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. അത് അയച്ചത് കേട്ടോ. സ്റ്റാർട്ട് ചെയ്യാം. ക്ലിയർ ആയോ? ഫിസിയോളജിക്ക് കിട്ടിയോ?
ഫിസിയോളജിക്കൽ കെയർ കംപ്ലീറ്റ് മനസ്സിലായി. ഫിസിയോളജിക്കൽ കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലായി. So next one is pathological. Getting ഇടുക. Next is pathological. ആരും എഴുതരുത്, കേട്ട് പഠിക്കുക. ഏതാ പത്തോളജി? എന്താ പത്തോളജി? എന്തായിരിക്കും? എപ്പോ വരാനുണ്ടാവും? എന്താണ് പത്തോളജി? പത്തോളജി എന്ന് പറയുമ്പോൾ കുട്ടിയുടെ ബോഡിക്കകത്ത് ഒരു പ്രശ്നമാണോ? പത്തോളജിക്കൽ ജോണ്ടിസ് കുട്ടിയുടെ ബോഡിക്കകത്ത് വരുന്ന പ്രശ്നമാണോ? ഫിസിയോളജി ബോഡിയുടെ ഫിസിയോളജിക്കകത്ത് പ്രശ്നമാണോ? അറിയാൻ കഴിവാണ്. പത്തോളജിക്കൽ ജോണ്ടിസ് കുട്ടിയുടെ ഫിസിയോളജിക്കൽ ബോഡിക്കകത്ത് പ്രശ്നമാണോ? ആണല്ലേ? So there is something problem in the physical body അല്ലേ? ബോഡിയിൽ എന്തോ ഫിസിയോളജിക്കൽ പ്രശ്നമുണ്ടല്ലേ? ബോഡിയിൽ എന്തോ ഫിസിയോളജിക്കൽ പ്രശ്നമുണ്ട്. പത്തോളജിക്കൽ ജോണ്ടിസ് കുട്ടിയുടെ ബോഡിക്കകത്ത് എന്തോ ഫിസിയോളജിക്കൽ പ്രശ്നമല്ലേ ഉണ്ടോ? ഇപ്പൊ എക്സാം കഴിയുമ്പോഴേ എക്സാം കഴിയുന്ന പറയുമ്പോ ടെൻഷൻ അറിയാമോ? എക്സാം കഴിയുമെന്ന് പറയുമ്പോൾ വരുന്ന ടെൻഷൻ അറിയാമോ? ആർക്ക് പറയാം? എക്സാം കഴിയുമ്പോൾ ഉണ്ടാകുന്ന എനിക്ക് ടെൻഷൻ അറിയാമോ? എക്സാം കഴിയുന്ന ദിവസം തൊട്ട് എനിക്ക് ഉണ്ടാകുന്ന ഒരു സ്ട്രെസ് അറിയാമോ? ആർക്ക് പറയാം? എക്സാം കഴിഞ്ഞ ശേഷം എനിക്ക് പിറ്റേ ദിവസം തൊട്ടുണ്ടാകുന്ന ഒരു സ്ട്രെസ് ഫീലിംഗ് എന്താ? ആർക്ക് പറയാം? എക്സാം കഴിഞ്ഞ ശേഷം എനിക്കുണ്ടാകുന്ന സ്ട്രെസ് ഫീലിംഗ് എന്താ? ക്ലാസ് വെക്കാൻ പറ്റില്ല അല്ലേ? ആ സമയമാകുമ്പോ ഞാൻ മിസ് ചെയ്ത് നിങ്ങളെ, ഞാൻ മിസ് ചെയ്യുമല്ലോ. ആ സമയമില്ലേ രാത്രി ഞാൻ മിസ് ചെയ്യും. അത് ഓവർകം ചെയ്യാൻ വേണ്ടി ഒരുപാട് മാസം എടുക്കും കേട്ടോ. ഓവർകം ചെയ്യാൻ വേണ്ടി ഒരുപാട് മാസം എടുക്കും. എനിക്കില്ലേ ആ സമയമില്ലേ രാത്രി ചെയ്യുന്നു, എനിക്ക് ഉറങ്ങാൻ പറ്റില്ല. സത്യം പറയും, കള്ളമല്ല. ഞാൻ കള്ളം പറയില്ല. ഞാൻ ഒരിക്കലും കള്ളം പറയില്ല. ഞാൻ നിങ്ങളെ ആരെയും കണ്ടിട്ടില്ലെങ്കിലും രാത്രി ആരെയും ശബ്ദമോ ആരെയും കേട്ടില്ല. ഇതുകൊണ്ട് ഞാൻ ആരെയും വിളിച്ചിട്ടുമില്ല, അധികം ശബ്ദം കേട്ടിട്ടില്ല. ഇല്ല. പക്ഷെ ആ സമയം ഞാൻ മിസ് ചെയ്യും. എക്സാം കഴിയുമ്പോൾ ശരിക്കും ഒരു അനുഭവമുണ്ട്. കഴിഞ്ഞ വർഷവും മുമ്പത്തെ വർഷവും ഒരു അനുഭവമുണ്ട്. അത് കഴിയുമ്പോഴേ ഞാൻ ഇതറിയുന്നു, വിട്ടേരിക്കും. ചുമ്മാ എന്താണ് ആരും മെസ്സേജ് പോയെങ്കിലും ആരെയും മെസ്സേജ് ആരെങ്കിലും എക്സാം കഴിയ ശേഷം ഉറപ്പായും അവിടെ എല്ലാരും ഇന്ന് ഗ്രൂപ്പിൽ തന്നെ ഉണ്ടാവും. എല്ലാരും ഇന്ന് ഗ്രൂപ്പിൽ തന്നെ വേണം. ആരും എക്സിറ്റ് ആയി പോകരുത്. പഠിക്കണം. ഓക്കെ? എന്റെ അവസ്ഥ ഞാൻ കളം പറയില്ല. എക്സാം കഴിയുമ്പോഴേ എക്സാം കഴിഞ്ഞ അടുത്ത ദിവസം എന്താണ്? എക്സാം കഴിഞ്ഞ അടുത്ത ദിവസം എക്സാം കഴിഞ്ഞ അടുത്ത ദിവസം എന്താണ്? ആൻസർ കീ ടെസ്റ്റ്. എക്സാം കഴിഞ്ഞ ദിവസം അടുത്ത ദിവസം എന്റെ ക്ലാസ്സിൽ നിന്ന് ഏതൊക്കെ നോട്ടിൽ നിന്നും ഏതൊക്കെ ചോദ്യം വന്നു മറക്കരുത്. എക്സാം കഴിഞ്ഞ ശേഷം ഏതൊക്കെ എഴുതിയ നോട്ടും ഈ നോട്ടിൽ നിന്ന് ചോദ്യം വന്നു എന്ന് ഇട്ട് കഴിഞ്ഞ അടുത്ത ദിവസം മിസ് ചെയ്യും. മുൻകൂട്ടി പറയുന്നു, രണ്ട് കാര്യം പറഞ്ഞു. ഇപ്പോഴത്തെ നോട്ടും ഞാൻ എഴുതിത്തരുന്ന നോട്ടും രണ്ടും വന്നു എന്ന് എടുക്കും. ഇത് പത്തോളജിക്കൽ എന്ന് പറയുമ്പോൾ പ്രോബ്ലം എവിടെയാ? ഫിസിയോളജി ബോഡിയിൽ എന്തോ ഫിസിയോളജി പ്രശ്നമുണ്ട്. നോർമൽ ഫിസിയോളജി അല്ല, അബ്നോർമൽ ഫിസിയോളജി കൊണ്ടാണ്. അപ്പോൾ ഒരു കാരണം എന്താ? അബ്നോർമൽ ഫിസിയോളജി കൊണ്ടാണ് പത്തോളജിക്കൽ ജോണ്ടിസ് വരുന്നുമെങ്കിൽ അതിന്റെ കാരണം എന്താ? ഒരു കുട്ടിക്ക് അബ്നോർമൽ ഫിസിയോളജി, നോർമൽ അല്ല, ബോഡിയുടെ അബ്നോർമൽ ഫിസിയോളജി കൊണ്ട് പത്തോളജിക്കൽ ജോണ്ടിസ് പറഞ്ഞ കാരണം എന്തൊക്കെയാണ്? വളരെ ഇമ്പോർട്ടന്റ്. ഞാനിത് ബ്ലഡ് കിട്ടിയായിരുന്നല്ലോ. ബ്ലഡ് കിട്ടിയായിരുന്നോ? ബ്ലഡിന്റെ റെക്കോർഡിംഗ് എല്ലാം കിട്ടിയായിരുന്നു, നോട്ട് എല്ലാം. ബ്ലഡ് കിട്ടിയായിരുന്നു.
അവിടെ എവിടെയെങ്കിലും RS ഇൻകോമ്പാക്റ്റബിലിറ്റി കണ്ടിട്ടുണ്ടെങ്കിൽ പഠിച്ചോ? പഠിച്ചോ? RS പഠിച്ചായിരിക്കും. പഠിച്ചല്ലോ. പഠിച്ചോടെ? RS പഠിച്ചായിരിക്കും. പഠിച്ചോ? 10ാമത്തെ 12ാമത്തെ റെക്കോർഡ് ചെയ്യാൻ നടന്നു. പഠിച്ചോ റെക്കോർഡ് ചെയ്യല്ല? യെസ്, പഠിച്ചു അല്ലേ? അപ്പൊ യൂഷ്വലി നമ്മൾ കാണുന്ന മെയിൻ കാണുന്ന പെത്തോളജിക്കൽ ജോണ്ടിസ് ഉണ്ടാകുന്ന മെയിൻ കാണുന്ന RS ഇൻകോമ്പാക്റ്റബിലിറ്റി ഒന്നാമത്തെ കാരണം. RS അല്ലെങ്കിൽ ഹീമോലൈറ്റിക് ഡിസീസ് അല്ലേ? RS അല്ലെങ്കിൽ ഹീമോലൈറ്റിക് ഡിസീസ് കാരണം എപ്പോഴും ന്യൂ ബോണിൽ പെത്തോളജിക്കൽ ജോണ്ടിസ് ഉണ്ടാകും. RS ഇൻകോമ്പാക്റ്റബിലിറ്റി അല്ലെങ്കിൽ ഈ പറഞ്ഞ എന്താണ് ഹീമോലൈറ്റിക് ഡിസീസ് എപ്പോഴും പെത്തോളജിക്കൽ ജോണ്ടിസ് ഉണ്ടാകും. ഇതല്ലാതെ വേറെ അസുഖമുണ്ടോ? RBCയുടെ എക്സസീവ് ഡിസ്ട്രക്ഷൻ കണ്ടേക്കൂടെ? RBCയുടെ എക്സസീവ് ആയിട്ടുള്ള ഡിസ്ട്രക്ഷൻ കാരണം പെത്തോളജി ഉണ്ടേക്കൂടെ? RBCയുടെ എക്സസീവ് ആയിട്ടുള്ള ഡിസ്ട്രക്ഷൻ കാരണം പെത്തോളജിക്കൽ ജോണ്ടിസ് ഉണ്ടാകാം. വേറെ ഉണ്ടോ എന്തെങ്കിലും? അതുണ്ടോ? അനീമിയ, ഹീമോലൈറ്റിക് അനീമിയ. ശരിയാണ്, ഹീമോലൈറ്റിക് അനീമിയ. വേറെ ഉണ്ടോ? ഇത് ലിവർ ഡിസീസ്. ലിവറിന്റെ അബ്നോർമാലിറ്റി കാരണം വരാമോ? ആ കുട്ടി ജനിക്കുമ്പോൾ തന്നെ ലിവറിന്റെ അബ്നോർമാലിറ്റി കാരണം വരാമോ? ലിവറിന്റെ അബ്നോർമാലിറ്റി എന്ന് പറയുമ്പോൾ അവിടെ എന്ത് എൻസൈം പ്രൊഡ്യൂസ് ചെയ്തില്ല? ലിവറിന്റെ അബ്നോർമാലിറ്റി എന്ന് പറയുമ്പോൾ അവിടെ എന്ത് എൻസൈം ആണ് പ്രൊഡ്യൂസ് ചെയ്തത്? അറിയാം, പഠിച്ചിട്ടുണ്ട്. ഗ്ലൂക്കോ യൂറിൻ ട്രാൻസ്ഫേഴ്സ് എൻസൈം അല്ലേ? ശരിയല്ലേ? ലിവറിന്റെ അബ്നോർമാലിറ്റി കാരണം എന്ത് എൻസൈം കുറയും? ഗ്ലൂക്കോസ് എൻസൈം കുറയും. നമുക്കറിയാം ഫിസിയോളജിക്കൽ ജോണ്ടിസ് ഉള്ള കാരണം എന്താ? ഫിസിയോളജിക്കൽ ആണെങ്കിൽ കാരണം എന്താ? RBCയുടെ ഷോർട്ടർ ലൈഫ് സ്പാൻ അല്ലേ? ഫിസിയോളജിക്കൽ ആണെങ്കിൽ RBCയുടെ ഷോർട്ടർ ലൈഫ് സ്പാനും അതുപോലെ തന്നെ ഹീമോഗ്ലോബിൻ കൂടുതലല്ലേ? ഫിസിയോളജി ആണെങ്കിൽ RBCയുടെ ലൈഫ് സ്പാൻ കുറവും ഈ പറഞ്ഞ ഹീമോഗ്ലോബിൻ കൂടുതലാണ്. നോർമൽ ആണെങ്കിൽ അത് എപ്പോ സബ്സിഡി ചെയ്യണം? നോർമൽ ആണെങ്കിൽ 7 ദിവസവും സബ്സിഡി ചെയ്യണ്ടേ? നോർമൽ ആണെങ്കിൽ 7 ദിവസവും സബ്സിഡി. പക്ഷെ സബ്സിഡി ചെയ്യുന്നില്ല. കൂടി നിന്നാൽ 7 കഴിഞ്ഞു, 8 ആയി, 9 ആയി, 10 ആയെങ്കിൽ എന്ത് കണ്ടീഷനാ? ആഫ്റ്റർ 7 ഡേ കഴിഞ്ഞു 10 ആയെങ്കിൽ എന്ത് കണ്ടീഷനാ? ഫിസിയോളജിക്കൽ അല്ലേ? 10 ദിവസമായിട്ടും സബ്സിഡി ചെല്ലുക എന്ത് കണ്ടീഷനാ? ഫിസിയോളജിക്കല്ലേ? 10 ദിവസം കഴിഞ്ഞും എക്സസീവ് ആയിട്ട് RBC ഡിസ്ട്രക്ഷൻ നടക്കുകയാണെങ്കിൽ എന്ത് ജോണ്ടിസാ? ഫിസിയോളജിക്കൽ, പത്തോളജിക്കൽ. 10 ദിവസം കഴിഞ്ഞും എക്സസീവ് ആയിട്ട് RBC ഡിസ്ട്രക്ഷൻ നടക്കുകയാണെങ്കിൽ പത്തോളജി. യെസ്, ക്ലിയർ. ഇത്ര ക്ലിയർ. ഇതുവരെ പറഞ്ഞ ക്ലിയർ. എല്ലാ കാര്യവും വീണ്ടും പറഞ്ഞ ക്ലിയർ. ചോദിക്കട്ടെ, ഇത് ബ്ലഡിലെ ഡിസ്ട്രക്ഷൻ പ്രിവെന്റ് ചെയ്യുന്ന എൻസൈം ആരാ? ബ്ലഡിലെ ഡിസ്ട്രക്ഷൻ പ്രിവെന്റ് സഹായിക്കുന്ന എൻസൈം ആരാ? ബ്ലഡിലെ ഡിസ്ട്രക്ഷൻ പ്രിവെന്റ് ചെയ്യാൻ സഹായിക്കുന്ന എൻസൈം ആരാ? ചോദ്യം വരും. ബ്ലഡിലെ ഡിസ്ട്രക്ഷൻ പ്രിവെന്റ് ചെയ്യാൻ സഹായിക്കുന്ന എൻസൈമിന്റെ പേരെന്താ? അറിയില്ല, പഠിച്ചിട്ടില്ല. ശരിയല്ലേ? അറിയില്ല, പഠിച്ചില്ലേ? ബ്ലഡിലെ ഡിസ്ട്രക്ഷൻ പ്രിവെന്റ് ചെയ്യാൻ സഹായിക്കുന്ന എൻസൈമിന്റെ പേര് അറിയാമോ? ഗ്ലൂക്കോയൂറിൻ അല്ല, അതല്ല, തെറ്റിക്കരുത്. അതല്ല. അറിയാമോ? അറിയാമോ? യെസ് ഓർ നോ? ഇല്ല, അറിയില്ലല്ലോ.
സോ 5 മിനിറ്റ് ബ്രേക്ക്, 5 മിനിറ്റ് ബ്രേക്ക്, 40 രൂപ പറഞ്ഞു തരാം. ഓക്കെ, 5 മിനിറ്റ് ബ്രേക്ക്. സമയം എത്രയായി? സമയം കറക്റ്റ് 10:25 10:25 10:25 അപ്പൊ 10:30 ബ്രേക്ക്, 10:30 ബ്രേക്ക്. ഓടിപ്പോ പറഞ്ഞുതരാം. ചോദ്യം പറ്റും. ബ്രേക്ക് ഓടിപ്പോട്ട് ഇത് വെള്ളം കുടിക്കുകയോ, വെള്ളം കൊടുക്കുകയോ, ആഹാരം കൊടുക്കുകയോ, ഈ ഹസ്ബൻഡ് വഴക്ക് പറയുകയോ, ഹസ്ബൻഡ് തള്ളി പാത്രം അടിച്ചു കൊടുക്കുകയോ ചെയ്തിട്ട് ഓടിപ്പറ്റുമോ?
സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്യാമോ? സ്റ്റാർട്ട് ചെയ്യാമോ? സ്റ്റാർട്ട് ചെയ്യാമോ? സ്റ്റാർട്ട് ചെയ്യാമോ? സ്റ്റാർട്ട് ചെയ്യാമോ? അല്ലെ പറഞ്ഞു സ്റ്റാർട്ട് ചെയ്യാമോ? സ്റ്റാർട്ട് ചെയ്യാം. അത് മുമ്പായിട്ട് എക്സാം കഴിഞ്ഞാൽ ഉള്ള എന്റെ വഴി ഏതാ? എക്സാം കഴിഞ്ഞാൽ ഉണ്ടാകുന്ന രണ്ട് വഴി ഏതാ? പാത്തിൽ ഏതാ? ഒന്നുകിൽ സർക്കാർ ജോലി പോണ്ടേ, ഒന്നുകിൽ സർക്കാർ ജോലി കിടക്കണം. ശരിയല്ലേ? എക്സാം കഴിഞ്ഞാൽ ഉണ്ടാവുന്ന രണ്ട് വഴി ഏതാ? ഒന്നുകിൽ സർക്കാരിലോട്ട് പോകണം, അല്ലെങ്കിൽ എന്ത് ചെയ്യണം? വീണ്ടും ഇപ്പോൾ അത് പോണ്ടേ. എക്സാം പാസ്സായാൽ സർക്കാരിൽ പോണ്ടേ, അല്ലാതെ പഠിക്കാതെ ഇങ്ങോട്ട് പോകും. പഠിക്കാതെ ഇരുന്ന് ഇങ്ങോട്ട് പോകും. പഠിക്കാതെ ഇരുന്നാൽ എങ്ങോട്ട് പോകും? ഇപ്പോൾ പോകുന്ന പോലെയാണോ? ഇപ്പോൾ പോകുന്ന പോലെയാണോ? പറഞ്ഞേ. എക്സാം പാസ്സായാൽ സർക്കാർ ഇതിലോട്ട് പോകും, പഠിക്കാതെ ഇങ്ങോട്ട് പോകും. ഇങ്ങനെ പോകും, ഇങ്ങനെ പോവും. ഇതുപോലെ പോയാലേ എന്തെങ്കിലും ഒരു ചെറിയൊരു പ്രശ്നം വന്നാൽ, ഒരു ക്രൈസിസ് വന്ന് താങ്ങാൻ പറ്റും. ഇപ്പോൾ ഇതുപോലെ പോയ കയ്യിൽ പൈസ ഇല്ലാതെ എന്തെങ്കിലും ഒരു ക്രൈസിസ് വന്നാൽ താങ്ങാൻ പറ്റുമോ? അത് ഓവർകം ചെയ്യാൻ പറ്റുമോ? ഇപ്പോൾ ഇങ്ങനെ പോയാൽ എന്തെങ്കിലും ഒരു ക്രൈസിസ് വന്നാൽ അതിനെ ഓവർകം ചെയ്യാൻ തന്നെ കൊണ്ട്, താങ്കളെ കൊണ്ട്, നിങ്ങളെ കൊണ്ട് പറ്റുമോ? എന്റെ ചോദ്യമാണ്. ഇപ്പോ ഈ സമയത്ത് ഒരു ക്രൈസിസ് വന്നാൽ അതിനെ കൊണ്ട് ഓവർകം ചെയ്യാൻ പറ്റുമോ? ചെയ്യാൻ പറ്റുമോ ഇല്ലയോ? എല്ലാവരും പറയണം. ഓവർകം ചെയ്യാൻ പറ്റില്ല. പറ്റില്ല. അപ്പൊ ആരെങ്കിലും ഇത് ഡിപ്പെൻഡ് ചെയ്യണ്ടേ? ആരെങ്കിലും ഡിപ്പെൻഡ് ചെയ്യണ്ടേ? ആരെങ്കിലും ഡിപ്പെൻഡ് ചെയ്യണ്ടേ? ചെയ്യണ്ടേ? എക്സാം പാസ്സായാൽ ആ ഡിപ്പെൻഡ് ചെയ്യുന്ന ആൾ അവർക്ക് പ്രശ്നമാക്കാൻ തന്നോട് ചോദിക്കില്ലേ പൈസ? എക്സാം പാസ്സായാൽ തനിക്ക് ജോലി കിട്ടിയാൽ ഒരു പ്രശ്നം വരുമ്പോൾ തന്നോട് ചോദിക്കില്ല അയാൾ. എക്സാം പാസ്സായാൽ തനിക്ക് ജോലി കിട്ടിയാൽ തന്നോട് ചോദിക്കില്ലേ ആ പൈസ? ചോദിക്കില്ലേ? ചോദിക്കുമോ ചോദിക്കില്ലല്ലോ? ആ വ്യത്യാസം മനസ്സിലാക്കുക. താങ്കൾ ചോദിക്കുന്നതും തന്നോട് ചോദിക്കുന്ന വ്യത്യാസം ഉണ്ടല്ലോ. താങ്കൾ ചോദിക്കുന്ന പല ദിവസം രാത്രിയെല്ലാം കഷ്ടപ്പെട്ട് നാളെ ചോദിക്കണം, നാളെ ഒരു 1000 രൂപ ചോദിച്ചാലും, ആരുണ്ടോ ഇതിനകത്ത്? ആരെങ്കിലും ഉണ്ടോ? നാളെ ഒരു 1000 രൂപ ചോദിച്ചാലോ തരുമോ? ഇനിയോ നാളെ ഒരു 1000 രൂപയെങ്കിലും ചോദിച്ചാൽ തരുവാരെങ്കിലും? അതുകൊണ്ടോ അറിയില്ല? അതുകൊണ്ടോ? ഉണ്ട്. എന്റെ കള്ളം പറയരുത്, എന്നെ കള്ളം പറയരുത്. കള്ളം പറയരുത് ആരും. ആരും കള്ളം പറയരുത്. അതുകൊണ്ടോ? ഇല്ലടേ. ഉണ്ടോ? ഉണ്ട് 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 ഉണ്ട്. ആ അവസ്ഥ വരണോ? ആ അവസ്ഥ വരണോ വേണ്ടേ? കുട്ടിയുടെ സ്കൂൾ ഫീസ് അടയ്ക്കാൻ കയ്യിൽ പൈസ ഇല്ല, അവസ്ഥ വരണോ? കുട്ടിയുടെ സ്കൂൾ ഫീസ് അടയ്ക്കാൻ പൈസ ഇല്ല, വരണോ? അവസ്ഥ വരണോ? കുട്ടിയുടെ സ്കൂൾ ഫീസ് അടയ്ക്കണം, കയ്യിൽ പൈസ ഇല്ല. വരണോ? വരണോ? വേണ്ട. പഠിക്കോ? പഠിക്കോ? എന്റെ നോട്ട് അതുപോലെ പഠിക്കുക. ഞാൻ തരുന്ന ക്ലാസ് നോട്ട്സ് അതുപോലെ പഠിക്കുക. പഠിക്കൂ. ഞാൻ പിന്നെയും ഓർമ്മിപ്പിക്കുകയാണ്, എനിക്കിത് പറയേണ്ട ആവശ്യമില്ല. ആവശ്യമില്ല, പറയാൻ ആവശ്യമുണ്ടോ? എനിക്കിത് പറയേണ്ട ആവശ്യമുണ്ടോ? എനിക്ക് വെറുതെ പഠിപ്പിച്ച് പോയാൽ പോരെ? എനിക്കിത് വേഗം പഠിപ്പിച്ചിട്ട് ഫുഡ് കഴിച്ചിട്ട് ഉറങ്ങിയാൽ പോരെ? അങ്ങനെയല്ല. നോട്ട് അതുപോലെ പഠിക്കുക.
നിങ്ങളുടെ ലൈഫാണ്. അത് വെച്ച് ഒരു ഗെയിം കളിക്കരുത്. ഇതുണ്ടോ? പഠിക്കുമല്ലോ ആരെങ്കിലും? പഠിക്കൂ ആരെങ്കിലും? പഠിക്കൂ, പഠിക്കൂ. യെസ്, ഞാൻ അത് പറഞ്ഞു. ഇത് ഹീമോലൈസിസ് പ്രിവെന്റ് എൻസൈമിന് പേരെന്താ? ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ ഒരു കാര്യം പറഞ്ഞില്ല. ഹീമോലൈസിസ് പ്രിവെന്റ് ചെയ്യുന്ന എൻസൈമിന്റെ പേരെന്താ? ഹീമോലൈസിസ് പ്രിവെന്റ് ചെയ്യുന്ന എൻസൈമിന് പേരുണ്ടോ? അല്ലെങ്കിൽ ഇത് ബ്ലഡിന്റെ ഇത് ഡിസ്ട്രക്ഷൻ പ്രിവെന്റ് ചെയ്യുന്ന എൻസൈമിന്റെ പേരുണ്ടോ? ഇത് ജോണ്ടിസിലോട്ട് പോകുന്ന ഹീമോലൈസിസോ അതോ ഈ പറഞ്ഞ ബ്ലഡിന്റെ ഇത് ഡിസ്ട്രക്ഷൻ വന്നാലോ ഈ പറഞ്ഞ ജോണ്ടിസിലോട്ട് പോവാം. അതൊരുമായിട്ട് വരുന്ന എൻസൈം പേരുണ്ടോ? എന്ത് G6PD ഉണ്ടോ? G6PD, G6PD എന്താ പേരെന്താ? RBC ലൈഫും സ്ട്രക്ചറും എല്ലാം മെയിൻറ്റെയിൻ ചെയ്യുന്ന എൻസൈമാ. RBC ലൈഫും സ്ട്രക്ചറും എല്ലാം മെയിൻറ്റെയിൻ ചെയ്യുന്ന എൻസൈം പേരെന്താ? G6PD. ഫുൾ ഫോം എന്താ? ഫുൾ ഫോം എന്താ? ഗ്ലൂക്കോസ് 6-phosphatase, dehydrogenase enzyme അല്ലേ? ഗ്ലൂക്കോസ് 6-phosphatase dehydrogenase enzyme വിളിക്കാം. ഫങ്ഷൻ എന്താ? ഈ എൻസൈം ഇല്ലാതെ വരുമ്പോൾ കൂടുതലായിട്ട് RBCയുടെ ഡിസ്ട്രക്ഷനും അതുപോലെ തന്നെ ഹീമോലൈസിസും നടക്കില്ലേ? ബോഡിക്കകത്ത് കുട്ടികൾ G6PD ഡെഫിഷ്യൻസി വന്നു കഴിഞ്ഞാൽ സംഭവിക്കും. എൻസൈം ഇല്ലാതെ വരുമ്പോൾ സംഭവിക്കും. RBCയുടെ ഡിസ്ട്രക്ഷനും ഹീമോലൈസിസും എന്ന പ്രോസസ് രണ്ടും നടക്കും. അതായത് ബിക്കോസ് എന്താ? പത്തോളജിക്കൽ ആണോ ഫിസിയോളജിക്കൽ ആണോ? ഹീമോലൈസ് വന്ന എന്ത് പത്തോളജിക്കൽ ആണോ ഫിസിയോളജിക്കൽ ആണോ? പത്തോളജിക്കൽ ജോണ്ടിസ് ഉണ്ടാവല്ലേ? പത്തോളജിക്കൽ ജോണ്ടിസ് കുട്ടികൾ ഉണ്ടാവും. നൗ എന്താണ് ദ മെയിൻ കാരണം? വേറെ ഉണ്ടോ? വേറെയുണ്ടോ? നമുക്ക് ഇങ്ങനെ പത്തോളജിക്കൽ ഡിഫൈൻ ചെയ്യാൻ പറ്റും. നമുക്ക് കൃത്യമായിട്ട് നിങ്ങൾ എപ്പോഴും പഠിക്കുന്നത് പോലെ എല്ലാ വർഷവും നിങ്ങൾ കോളേജിൽ പഠിച്ചപ്പോൾ തന്നെ പത്തോളജിക്കൽ എങ്ങനെ ഡിഫൈൻ ചെയ്യാൻ പറ്റും? ഫസ്റ്റ് 24 മണിക്കൂർ ഡെലിവറി കഴിഞ്ഞ് 24 മണിക്കൂർ കഴിഞ്ഞ് അപ്പിടുന്ന ജോണ്ടിസ് എന്താ? ഡെലിവറി കഴിഞ്ഞ് 24 മണിക്കൂറിനകത്ത് വരുന്ന ഈ പറഞ്ഞ ജോണ്ടിസിന് പേരെന്താ? ഫിസിയോളജിക്കൽ പത്തോളജിക്കൽ? പത്തോളജിക്കൽ. ടേമിലാണെങ്കിലോ? ടേമിലും പ്രീടേം ഉണ്ടോ? ടേമിലും പ്രീടേം ഉണ്ടോ? ടേം ആയാലും പ്രീടേം ആയാലും വ്യത്യാസമുണ്ടോ? ഉണ്ടോ? പറഞ്ഞാൽ ടേം എത്രയായിരിക്കും? ടേമിലും പ്രീടേമിലും വ്യത്യാസമുണ്ടോ? ഫസ്റ്റ് 10 ദിവസത്തിനകത്ത് വരുന്നതാ? ഫസ്റ്റ് 10 ദിവസം വരുന്നതാ? ഫസ്റ്റ് 10 ദിവസത്തിൽ വരുന്നതാ? ടേമല്ലേ? ഫസ്റ്റ് 10 ദിവസത്തിനകത്ത് വരുന്ന ജോണ്ടിസ് അതാ ടേമിൽ വരുന്നത്. ആൻഡ് 14 ഡേയ്സ് അതാ? 14 ഡേയ്സിൽ വരുന്നതാ? പ്രീ ടൈമില്ലാത്തല്ലേ? 14 ഡേയ്സ് അതാ? പ്രീ ടൈമില്ലാത്തല്ലേ? ഫസ്റ്റ് 10 ദിവസമാണെങ്കിൽ ടേമും 14 ഡേയ്സ് ആണെങ്കിൽ പ്രീ ടൈം അല്ലേ? ആണല്ലേ? പറഞ്ഞേ ആണ്. ഇനി ഇതേ പത്തോളജിക്കകത്തെ പത്തോളജി എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ ബിൽറൂബിൻ ലെവൽ എത്രയാ? അതും ചോദ്യം കേട്ടോ. കറക്റ്റ് ആയിട്ട് മാർക്ക് ഉണ്ട്. പത്തോളജി എന്ന് പറയുമ്പോൾ ബിൽറൂബിൻ ലെവൽ നോർമൽ എത്രയാ? പത്തോളജി എത്രയാ? പത്തോളജി ജോണ്ടിസ് വരിക എന്ന് പറയുന്നത് ബിൽറൂബിൻ എത്ര കൂടും? 5 mg ഡെസി ലിറ്റർ ആണോ? 5 mg ഡെസി ലിറ്റർ ആണോ? 24 മണിക്കൂറിൽ 5 mg ഡെസി ലിറ്റർ വിളിക്കാം. പത്തോളജിക്കല്ലേ? 24 മണിക്കൂർ ഫസ്റ്റ് കുട്ടി ജനിക്കുന്നു. 24 മണിക്കൂറിനകത്ത് 5 mg കൂടിയിൽ പത്തോളജിക്കൽ ജോണ്ടിസ് അല്ലേ?
അല്ലേ 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 അല്ലേ? ഇനി പിടികൂടാറുണ്ടോ? പിന്നെ കൂടാറുണ്ടോ? എക്സാക്ട് ആയിട്ട് പിടികൂടാറുണ്ടോ? ഉണ്ട്. എപ്പോഴാ? ഒരു 15 mg/dl കൂടിയാലും പറയാറില്ലേ? അത് കുട്ടി ജനിച്ചു കഴിഞ്ഞ് ആദ്യം 5 കഴിഞ്ഞു, പിന്നെ നോക്കാറുണ്ട്. അത് കഴിഞ്ഞ് 15-നേക്കാൾ കൂടുതൽ പത്തോളജി പറയാറില്ലേ? 15 mg/dl കൂടി പറയാറ് പത്തോളജിക്ക് പറയാറില്ലേ? പറയാറുണ്ട്. ഇങ്ങനെ വരുമ്പോഴേ മെയിൻ ആയിട്ട് കുട്ടിയുടെ സ്കിൻ കളർ എങ്ങനെയാ? ക്ലിനിക്കൽ ഫീച്ചേഴ്സ് നോക്കിയാൽ പ്രധാനമായിട്ട് കുട്ടിയുടെ സ്കിൻ കളർ എങ്ങനെയാ? ക്ലിനിക്കൽ ഫീച്ചേഴ്സ് നോക്കിയാൽ കുട്ടിയുടെ സ്കിൻ കളർ എങ്ങനെയാ? ഇത് ബ്ലൂ ആണോ, യെല്ലോ ആണോ, ബ്ലാക്ക് ആണോ? എന്ത് കളറാ? എന്ത് കളറാ? ഫിൽറ്റർ മുടി ഏതുണ്ടാവും? ജോണ്ടിസ് എന്തുണ്ടാവും? എന്തുണ്ടാവും? യെല്ലോ 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 ഡിസ്കണക്ഷൻ അല്ലേ? യെല്ലോ യെല്ലോ എവിടെ ഉണ്ടാവും? ക്ലിയർ ഫേസിൽ ക്ലിയർ അല്ലേ? യെല്ലോ എവിടെ ഉണ്ടാവും? യെല്ലോ കളറേഷൻ എവിടെ ഉണ്ടാവും? ക്ലിയറയിലും ഫേസിലുമാണോ? ചോദ്യം വരും, ഫേസിലാണോ, ഐയിലാണോ, എവിടെയാ? ക്ലിയർ ഐലെസ് ക്ലിയറയിലും, ഐലെസ് ക്ലിയറയിലും ഫേസിലും ഉറപ്പുണ്ടാവില്ലേ? യെല്ലോ കളറേഷൻ എപ്പോഴും ഐയിലെ ക്ലിയറയിലും ഫേസിലും മാത്രമല്ല ദ പാംസിലും സോളിലും ഉണ്ടാവില്ലേ? ദ പാംസിലും സോളിലും ഈ പറഞ്ഞ യെല്ലോ ഉണ്ടാവും. എവിടെയൊക്കെയാ? ഐയിൽ ഉണ്ടാവാറില്ലേ? ഐയിൽ ഉണ്ടാവാറില്ലേ? ഫേസിൽ ഉണ്ടാവാറുണ്ട്, സ്കിന്നിൽ ഉണ്ടാവാറുണ്ട്, ക്ലിയർ ഐയില് ക്ലിയർ ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ ഇവർ പാമ്പിലും സോളിൽ എപ്പോഴും ഇപ്പൊ യെല്ലോ കളറേഷൻ ഉണ്ടാവാറുണ്ട്. വേറെ എവിടെ ഉണ്ടോ? അതാണ് ചോദ്യം. വേറെ എവിടെ ഉണ്ടാവുന്നുണ്ടോ? ബോഡിയിൽ നിന്ന് പുറത്തോട്ട് വരുന്ന എന്തെങ്കിലും ഐറ്റം സാധനം ഉണ്ടാവുന്നുണ്ടോ? ഐയിലും ഫേസിലും പാമ്പ് സോളിൽ പറഞ്ഞു. ബോഡിക്കകത്ത് നിന്ന് പുറത്തോട്ട് വരുന്നുണ്ടോ? സ്റ്റൂൾ ഉണ്ടോ? സ്റ്റൂളിൽ യെല്ലോ അല്ല, യെല്ലോ അല്ല, യെല്ലോ എന്ത് കളറായിരിക്കും? അതാ ചോദ്യം, അതാ ചോദ്യം. സ്റ്റൂൾ എന്ത് കളറാ? വൈറ്റ് കളർ. വൈറ്റ്, ഗ്രീൻ അല്ല, ഗ്രീൻ അല്ല, വൈറ്റ് വൈറ്റ്. ജോണ്ടിസ് വന്നാൽ സ്റ്റൂളിന്റെ കളർ എന്തായിരിക്കും? വൈറ്റ്. യെല്ലോ ആകാതെ സ്റ്റൂൾ എപ്പോഴും വൈറ്റ് കളർ ആയിരിക്കും. യെല്ലോ ആകാതെ എപ്പോഴും സ്റ്റൂൾ എപ്പോഴും എന്താ? വൈറ്റ് കളർ. കാരണം ഇത് പഠിച്ചിട്ടില്ല, ആരും പഠിച്ചിട്ടില്ല. എല്ലാവരും ഇപ്പൊ ജോണ്ടിസ് പറയുമ്പോൾ യെല്ലോ എന്ന് കരുതും. പക്ഷെ കുട്ടിയിൽ നിന്ന് വരുന്ന സ്റ്റൂൾ എന്തായിരിക്കും? വൈറ്റ് കളർ ആയിരിക്കും. വൈറ്റ് കളർ ആയിരിക്കും. മറക്കരുത്, ചോദിക്കട്ടോ. കിട്ടിയോ? യെസ്. ഇനി പറഞ്ഞു. കിട്ടിയോ? കിട്ടിയോ? സ്റ്റൂൾ കിട്ടിയോ? സ്റ്റൂൾ പറയാൻ ആവശ്യമുണ്ട്. പാം പറഞ്ഞു, സോൾ പറഞ്ഞു, സ്റ്റൂൾ പറഞ്ഞു, സ്കിൻ പറഞ്ഞു, ഫേസ് പറഞ്ഞു, ക്ലിയർ പറഞ്ഞു, നോർമൽ എത്ര പറഞ്ഞു? കിട്ടിയോടെ എല്ലാം? യെല്ലോ പാമ്പൻ സോളിൽ, ക്ലിയർ ഫേസ്, സ്കിൻ. സ്റ്റൂൾ ആണെങ്കിൽ വൈറ്റ്. യെല്ലോ എല്ലാം മറക്കരുത്, വ്യത്യാസം നോക്കരുത്. വൈറ്റ് ആണ് സ്റ്റൂൾ. എങ്ങനെ കണ്ടുപിടിക്കാം? ആൻഡ് ഡയഗ്നോസ് എങ്ങനെയാ? അവിടെ ഒരു ചോദ്യമുണ്ട്. ഡയഗ്നോസിനകത്ത് ചോദ്യമുണ്ട്, ഒരൊറ്റ ചോദ്യമുണ്ട്. ജോണ്ടിസ് ആണെന്ന് പറയണമെങ്കിൽ ബിൽറൂബിൻ എത്രയ്ക്ക് മുകളിൽ പോകണം? അവിടെ ഒരു ചോദ്യമുണ്ട്. ജോണ്ടിസ് ആണെന്ന് പറയണമെങ്കിൽ ബിൽറൂബിൻ എത്രയ്ക്ക് മുകളിൽ പോകണം? സീറം ബിൽറൂബിൻ ലെവൽ is above 5 mg/dl. 5 mg/dl. ജോണ്ടിസ് എന്ന് പറഞ്ഞെങ്കിൽ കുട്ടികളിലെ 5 mg/dl മുകളിലാണെങ്കിൽ ഈ പറഞ്ഞ ജോണ്ടിസ് എന്ന് പറയാം. ശരിയല്ലേ? അതുപോലെ എക്സാമിൽ സ്ഥിരം ചോദിക്കുന്ന പേരുണ്ട്. ഇത് കാർമേഴ്സ് റൂൾ കണ്ടിട്ടുണ്ടെങ്കിലും, ഏതെങ്കിലും എക്സാമിനകത്ത് കാർമേഴ്സ് റൂൾ കേട്ടിട്ടുണ്ടെങ്കിലും ഇത് കാർമേഴ്സ് റൂൾ ഉണ്ട്. എനിക്കറിയാം, ഉണ്ട്. കാർമേഴ്സ് റൂൾ. യെസ്. അത് എന്താണ് ചോദ്യം? അതിനകത്തൊന്നുമില്ല. എന്താണ് ചോദ്യം? എന്തിനു വേണ്ടിയുള്ളതാ?
എക്സാം ചോദിക്ക്, ജോണ്ടിസ് ദ ഡയഗ്നോസിലുള്ള റൂളാണോ? ജോണ്ടിസ് ദ ഡയഗ്നോസിയുള്ള റൂളാണോ? ജോണ്ടിസ് ഡയഗ്നോസിയുള്ള 5 സ്കോർ ലെവലുകളാണ്. ആണ് മറക്കരുത്. നിങ്ങൾ പഠിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ പഠിക്കേണ്ട വേറെ ഒന്നുമില്ല. ഇത് കുഞ്ഞുങ്ങളിൽ ജോണ്ടിസ് ഐഡന്റിഫൈ ആണുള്ള ഈ പറഞ്ഞ അനീസിയുള്ള ഈ പറഞ്ഞ സ്കോർ ഏതാ? ഫോർത്ത് റൂൾ ഏതാ? കുഞ്ഞുങ്ങളിൽ ജോണ്ടിസ് കണ്ടുപിടിക്കാനുള്ള ഈ പറഞ്ഞ സ്കോർ അല്ലെങ്കിൽ റൂൾ ഏതാ? കുഞ്ഞുങ്ങളിൽ ജോണ്ടിസ് കണ്ടുപിടിക്കാനുള്ള സ്കോർ അല്ലെങ്കിൽ റൂൾ, അത് മാത്രം പഠിക്കുക. അതിനകത്ത് വരുന്ന വാല്യൂസ് ഒന്നും പഠിക്കേണ്ട. ഇത് എയിംസിനും ജിഗ്മറിനും പിഗ്മറിനും പഠിച്ചാൽ മാത്രം നിങ്ങൾ അറിഞ്ഞ കാര്യം. ജോണ്ടിസ് കണ്ടുപിടിക്കാനുള്ള റൂൾ ഓഫ് സ്കോർ എന്താ? പേരെന്താ? പേര് അത് മാത്രം പറയുക. ഇത് കാർമേഴ്സ് റൂൾ അല്ലേ? കാർമേഴ്സ് റൂൾ പറഞ്ഞു പഠിക്കണേ. രാത്രി ഇത്രയും ഉറപ്പായിട്ട് ചോദ്യം പറയും, പഠിക്കണേ. ഇത് കാർമേഴ്സ് റൂൾ അല്ലേ? കാർമേഴ്സ് റൂൾ എന്ന് പറയാം അല്ലെ? കാർമേഴ്സ് റൂൾ എന്ന് പറയാം. ക്ലിയർ? കുഞ്ഞുങ്ങൾ നിയോനേറ്റ്സിൽ ജോണ്ടിസ് ഐഡന്റിഫൈ റൂൾ ഏതാ? നിയോനേറ്റ്സിൽ ജോണ്ടിസ് കണ്ടുപിടിക്കാനുള്ള ആയിട്ട് എന്താ? കാർമേഴ്സ് റൂൾ. ക്ലിയർ? ചോദ്യം. നെക്സ്റ്റ് ഇസ് വളരെ ഇമ്പോർട്ടന്റ്. ജോണ്ടിസിന്റെ കോംപ്ലിക്കേഷൻ, കുട്ടികൾ ജോണ്ടിസ് ഉണ്ടാകാൻ വരുന്ന കോംപ്ലിക്കേഷൻ വന്നു ശേഷം ഉള്ള കോംപ്ലിക്കേഷൻ ചോദിക്കാറുണ്ട്. അതും ചോദ്യമാണ്. ആ പേര് അറിയാം. കെർണിക്ടറസ് കണ്ടിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ചോദ്യ പേപ്പറിനകത്ത് കെർണിക്ടറസ് ഉണ്ട് ചോദ്യം. അതും ചോദ്യമാണ്. കുട്ടികൾ കോംപ്ലിക്കേഷൻ ആയിട്ട് ജോണ്ടിസ് വന്നു കഴിഞ്ഞു, കോംപ്ലിക്കേഷൻ ആയിട്ട് ചോദ്യം ഉണ്ടായിട്ടു. കഴിഞ്ഞ എക്സാമിന് ചോദ്യമാണ്. കെർണിക്ടറസ് എന്താ? ജോണ്ടിസ് വന്നു കഴിഞ്ഞ് കോംപ്ലിക്കേഷൻ ആയിട്ട് ഉണ്ടാകുന്ന ഫസ്റ്റ് കാര്യമാണ് കെർണിക്ടറസ്. എന്താണ് കെർണിക്ടറസ്? എന്താണ് ഞാൻ പഠിച്ചു കേട്ടോ. ഒന്ന് പഠിച്ചെന്നറിയാമോ? ഞാൻ ഒരു ചെറിയ പൂച്ച ഞാൻ ഓപ്പൺ ചെയ്തിരുന്ന ജനലിൽ കടന്നു കേട്ടോ. ഞാൻ വെച്ചത് പുലിയാണ് കേട്ടോ. ഞാൻ വെച്ചത് പുലി എന്താണ് വെച്ചത്? പുലിയല്ലേ? ഇപ്പൊ പുലിയല്ലേ? ഞാനവിടെ എന്റെ ജനൽ ഓപ്പൺ ചെയ്തിട്ടുണ്ടോ? ഞാൻ അതുവഴി എന്താ കടന്നു പോയി നോക്കിയ പൂച്ചയായിരുന്നു. പുലി വലുതാണ്, സൈസ് കുറവാണ്, ചെറുതാണ് പൂച്ച. ഒരു ദിവസം പുലി വല്ലതാണോ? അറിയുമോ പുലിയെ? അറിയാമോ? പക്ഷെ പുലി വലുതാണോ? എന്നെ പിടിക്കോ? ഫീസ് തട്ടില്ല. ഫീസ് പെൻഡിങ് ഉണ്ട്. ഫീസ് വാങ്ങിച്ചിട്ട് പിടിച്ച കുഴപ്പമില്ലായിരുന്നു അല്ലേ? ഫീസ് വാങ്ങിച്ചിട്ട് പിടിച്ച കുഴപ്പമില്ലായിരുന്നു. ഫീസ് പെൻഡിങ് വാങ്ങിക്കുക. ചെറിയ പൂച്ചയല്ലേ? ഇത് കടന്നുപോയി. ഏറ്റവും മുകളില, രണ്ടാമത്തെ 3 മുകളില. എങ്ങനെ ചാടിക്കയറി അല്ലെ? എങ്ങനെ ചാടിക്കയറി വഴി? അല്ല, പുലി ആയിരിക്കുമല്ലേ? ഇരിക്കുമല്ലേ? പിടിച്ചോണ്ട് പോയ ക്ലാസ്സില്ല. എന്താണ് കെർണിക്ടറസ്? കെർണിക്ടറസ് എന്താ? ജോണ്ടിസിന്റെ കോംപ്ലിക്കേഷൻ ആയിട്ട് വരുന്ന കെർണിക്ടറസ് എന്താ? ഇത്രയും പറഞ്ഞാൽ മനസ്സിലായിട്ടോ? ഞാൻ ഒരിക്കലും ഇത് മസിൽ പിടിച്ച് പഠിപ്പിക്കുന്ന ഒരാളല്ലോ. അറിയാലോ. മസിൽ പിടിപ്പിച്ച് അത് മാത്രം പഠിക്കും, ഇത് മാത്രം പഠിക്കും ആണല്ലോ. അറിയാലോ അവർക്ക്. എല്ലാം ഓപ്പൺ ആയിട്ട് പറയുന്ന ആളാണ്. ശരിയല്ലേ? എല്ലാ കാര്യവും ഓപ്പൺ ആയിട്ട് സംസാരിക്കുന്ന ആളാണ്. പഠിക്കണേ, കൃത്യം പഠിക്കുമോ? എല്ലാവരും പഠിക്കും. ഞാൻ അങ്ങനെ ഈ മസിൽ പിടിച്ച് ഇത് മാത്രം പറയുക, അത് മാത്രം പറയുക എന്ന് പറയാനില്ല. ഞാൻ എഴുതി വെച്ച് പറഞ്ഞത് അറിയാലോ. ഞാനൊരു കാര്യം എഴുതി വെച്ച് പറയുന്ന ആളല്ല. അതുകൊണ്ട് എനിക്കിപ്പോ എന്താണ് പെട്ടെന്ന് തീരണമെന്നില്ല. ശരിയല്ലേ? 1 മണിക്കൂർ 2 മണിക്കൂർ അല്ല. അത് വേണോ? ഇത് വേണോ? ഓപ്പൺ ആയിട്ട് പറഞ്ഞാണോ? അതോ ഒരു പൂച്ച പോയി പുലിയാണോ?
എനിക്ക് അത് പറഞ്ഞു ബ്രെയിൻ ഡാമേജ് എനിക്കാണോ? ന്യൂറോളജി ഇഷ്യൂ ആണ് എനിക്ക്. പറയട്ടെ. ആണോ? 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 ആണോടെ? ശരിയാണ്. ഇത് കെർണിക്സ് എന്താ? കെർണിക്ടർസ് എന്ന് പറയുന്നത് എന്താ? ഇത് ന്യൂറോളജിക്കലാണ്. എന്താ ഇഷ്യൂ? ന്യൂറോ ടോക്സിറ്റി അല്ലേ? ന്യൂറോ ടോക്സിറ്റി അല്ലേ? എല്ലാവരും എന്താ ന്യൂറോളജിക്കൽ പ്രശ്നം പറഞ്ഞില്ലേ? കെർണിക്ടർസ് പറഞ്ഞാൽ ദ ന്യൂറോളജിക്കൽ ഇഷ്യൂ പറഞ്ഞില്ലേ? എല്ലാവരും കെർണിക്ടർസ് പറഞ്ഞാൽ ദ ന്യൂറോളജിക്കൽ ഇഷ്യൂ പറഞ്ഞില്ലേ? ന്യൂറോളജിക്കൽ പറയുമ്പോൾ ന്യൂറോ ടോക്സിറ്റി അല്ലേ? അല്ലേ? ശരിയല്ലേ? ശരിയല്ലേ? ആണ്. ഏതാണത്? ബിൽറൂബിൻ കൂടുമ്പോഴല്ലേ? ബിൽറൂബിൻ കൂടുന്നു. ബിൽറൂബിൻ ഹൈ ആവാൻ ചെയ്യും. ബിൽറൂബിൻ കൂടുമ്പോൾ ആ ബിൽറൂബിൻ എന്ത് ക്രോസ് ചെയ്യും? എവിടെയെങ്കിലും ദ ബ്ലഡ് ബ്രെയിൻ ബാരിയർ ഉണ്ടോ? ബ്ലഡ് ബ്രെയിൻ ബാരിയർ. ദ ബ്ലഡ് ബ്രെയിൻ ബാരിയർ. ദ ബ്ലഡ് ബ്രെയിൻ ബാരിയർ എവിടെ ഉണ്ടെങ്കിലും, എവിടെ കേട്ടുണ്ടോ? എവിടെയെങ്കിലും കേട്ടുണ്ടോ? എവിടെയെങ്കിലും ദ ബ്ലഡ് ബ്രെയിൻ ബാരിയർ. യെസ്, ഉണ്ട്. ഈ ബിൽറൂബിൻ കൊടുത്തി ബിൽറൂബിൻ കൂടുമ്പോൾ, ബിൽറൂബിൻ എക്സസ് ആയിട്ട് കുഞ്ഞു കൂടുമ്പോൾ, ബിൽറൂബിൻ കുഞ്ഞുങ്ങൾ എക്സസീവ് ആയിട്ട് കൂടുമ്പോൾ എന്ത് ചെയ്യും? ഈ പറഞ്ഞ എന്ത് ചെയ്യും? അതിനെ ഡെപ്പോസിറ്റ് ചെയ്യും. ബ്രെയിനിൽ ബേസൽ ന്യൂക്ലിയ അല്ലെങ്കിൽ സെറിബെല്ലമാണോ സെറിബ്രം ആണോ? സെറിബെല്ലത്തിൽ ബേസൽ ന്യൂക്ലിയയും അതുപോലെ തന്നെ സെറിബെല്ലത്തിലും പോയി ഡെപ്പോസിറ്റ് ചെയ്യും. ഈ പറഞ്ഞ ബിൽറൂബിനിലെ നേരെ പോയി എന്താണ് ബേസൽ ന്യൂക്ലിയയും, ബ്രെയിനിലുള്ള ബേസൽ ന്യൂക്ലിയ അതുപോലെ തന്നെ സെറിബെല്ലത്തിലും പോയി ഡെപ്പോസിറ്റ് ചെയ്യും. അങ്ങനെ ഉണ്ടാവുക കണ്ടീഷൻ എന്താ? അങ്ങനെ വരുന്ന സിവിയർ ന്യൂറോ ടോക്സിറ്റി പറഞ്ഞ പേരെന്താ? അങ്ങനെ ഉണ്ടാവുന്ന സിവിയർ ബിൽറൂബിൻ കൂടുന്നു, ഒരു 15 mg/dl കൂടുന്നു. ബിൽറൂബിൻ കൂടുന്നു, ഒരു 15 mg/dl കൂടുന്നു. നേരെ പോയി ബ്രെയിനിലെ സെറിബെല്ലത്തിൽ പോയി ഡെപ്പോസിറ്റ് ചെയ്താൽ എന്ത് കണ്ടീഷൻ ഉണ്ടാവും? കെർണിക്ടർസ് അല്ലേ? അല്ലേ? ബ്രെയിനിലെ ബേസൽ ന്യൂക്ലിയർ അതുപോലെ തന്നെ സെറിബെല്ലത്തിൽ പോയി ഡെപ്പോസിറ്റ് ചെയ്ത് വിളിക്കാം. എന്ത് വിളിക്കാം? എന്ത് വിളിക്കാം? എന്ത് വിളിക്കാം? ഈ 15 ആ 15 mg/dl കൂടുമ്പോൾ നേരെ പോയി ഈ പറയും ബിൽറൂബിൻ കൂടി ചെയ്യും, ബ്രെയിനിന്റെ സെറിബെല്ലത്തിൽ പോയി ഡെപ്പോസിറ്റ് ചെയ്ത് കണ്ടിട്ടുണ്ടാവും. 15 mg/dl ബിൽറൂബിൻ കൂടുമ്പോൾ നേരെ പോയി ഈ ബ്രെയിനിന്റെ സെറിബെല്ലത്തിലും അതുപോലെ തന്നെ ബ്രെയിനിന്റെ എവിടെയാ ബേസൽ ന്യൂക്ലിയയിൽ പോയി ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ എന്ത് കണ്ടീഷൻ ഉണ്ടാവും? കെർണിക്ടറസ് എന്ന കണ്ടീഷൻ ഉണ്ടാവും. ക്ലിയർ? 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 ഫസ്റ്റ് കോംപ്ലിക്കേഷൻ പറഞ്ഞെന്താ? 15 mg കൂടി എന്നുണ്ടാവും. 15 mg/dl കൂടുന്നുണ്ടാവും. ഫസ്റ്റ് എന്താ ഉണ്ടാവും? ജോണ്ടിസ് 15 mg/dl കൂടിയ എന്ത് ഫസ്റ്റ് ഉണ്ടാവും? നേരെ പോയി ബിൽറൂബിൻ ബ്രെയിനിൽ ഡെപ്പോസിറ്റ് ചെയ്യും, അല്ലെങ്കിൽ ബേസൽ ന്യൂക്ലിയർ ഡെപ്പോസിറ്റ് ചെയ്യുന്നുണ്ടാവും. എന്തുണ്ടാവും? കെർണിക്ടർസ് അല്ലേ? ആരുടെ? സെറിബെല്ലത്തിലോ അതോ ബേസൽ ന്യൂക്ലിയർ പോയി ഡെപ്പോസിറ്റ് ചെയ്യും. 15 mg/dl കൂടുതൽ ഈ പറഞ്ഞ ബിൽറൂബിൻ കൂടി നേരെ പോയി ബേസൽ ന്യൂക്ലിയറിലോ സെറിബെല്ലത്തിലോ പോയി ഡെപ്പോസിറ്റ് ചെയ്താൽ എന്ത് കണ്ടീഷൻ ഉണ്ടാവും? കെർണിക്ടർസ്. മറക്കരുത്, ചോദ്യം വരും. ക്ലിയർ? അറിയില്ല ഇതൊക്കെ? അറിയില്ലല്ലോ. അറിയാമോ? 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 പറഞ്ഞാണ്. ഇല്ല. പക്ഷെ പേരറിയല്ലേ? പേരറിയാം. ഇത് കെർണിക്ടർസ് പേരറിയാലോ. ഇത് കെർണിക്ടർസ് പേരറിയാലോ. പേരെവിടെ കേട്ട് മറന്നവരുണ്ട് അല്ലേ? പേരെവിടെ കേട്ട് മറന്നതാണ്. പേര് എവിടെയോ കേട്ട് മറന്നതാണ്. ഇനി ഓർമ്മിക്കോ?
15 mg/dL ബിലിറൂബിൻ കൂടിയാൽ നേരെ പോയി സെറിബുലത്തിലോ ഇതിനോടെയാ ബേസൽ ന്യൂക്ലിയയിലോ പോയി ഡെപ്പോസിറ്റ് ചെയ്യാൻ എന്ത് കണ്ടീഷൻ ഉണ്ടാവും? 15 mg/dL ഈ പറഞ്ഞ ബിലിറൂബിൻ കൂടി നേരെ സെറിബുലത്തിലോ ബേസൽ ന്യൂക്ലിയോ പോയി ഡെപ്പോസിറ്റ് ചെയ്താൽ എന്ത് കണ്ടീഷൻ ഉണ്ടാവും? പറഞ്ഞു എല്ലാരും പറഞ്ഞു പഠിക്കേ എല്ലാരും. കെർണിക്ടറസ് 15 mg/dL ഈ പറഞ്ഞ ബിലിറൂബിൻ കൂടി നേരെ ബേസലിന് ബ്രെയിനകത്തുള്ള ബേസൽ ന്യൂക്ലിയോ സെറിബുലത്തിൽ രണ്ട് ഭാഗത്ത് അല്ലെങ്കിൽ കൂടി വിളിക്കാം ഈ പറഞ്ഞ കെർണിക്ടറസ്. പറയടേ ചോദിക്കൂടിത് എല്ലാ എക്സാം ചോദിക്കും. കെർണിക്ടറസ് ചോദിക്കും. പറഞ്ഞേ എന്റെ വെള്ളം പോയി. കാരണം ഈ ക്ലാസ് ചോദിക്കാറുണ്ട്. ഈ ക്ലാസ്സിൽ നിന്ന് ചോദ്യം ചോദിക്കാറുണ്ട്. ഫസ്റ്റ് കോംപ്ലിക്കേഷൻ കിട്ടിയോ? കിട്ടിയോ? ദ ബിലിറൂബിൻ ലെവൽ 15 mg/dL കൂടുതലാണെങ്കിൽ അത് ഈ പറഞ്ഞ ദ ബ്ലഡ് ബ്രെയിൻ ക്രോസ് ചെയ്ത് നേരെ പോയി ബേസൽ ന്യൂക്ലിയയിലും സെറിബുലത്തിലും പോയി ഡെപ്പോസിറ്റ് വിളിക്കാം. ഒറ്റ പറയടേ ഈ പറഞ്ഞ ബിലിറൂബിൻ 15 mg/dL കൂടിക്കഴിഞ്ഞ് നേരെ പോയി ബ്രെയിനിന്റെ ബേസൽ ന്യൂക്ലിയയിലും ഈ പറഞ്ഞ സെറിബുലത്തിലും പോയി ഡെപ്പോസിറ്റ് ചെയ്താൽ എന്ത് വിളിക്കാം? പറയടേ. ബിലിറൂബിൻ ബ്ലഡ് ബ്രെയിൻ ക്രോസ് ചെയ്ത് നേരെ പോയി ഈ ബ്രെയിനിന്റെ ബേസൽ ന്യൂക്ലിയയിലും സെറിബെല്ലത്തിലും ഡെപ്പോസിറ്റ് ചെയ്താൽ എന്ത് വിളിക്കാം? കെർണിക്ടറസ്. ഫസ്റ്റ് കോംപ്ലിക്കേഷൻ. സെക്കൻഡ് ഏതാ? ദ ട്രാൻസിയന്റ് എൻസെഫലോപ്പതി. ട്രാൻസിയന്റ് എൻസെഫലോപ്പതിയാണ് രണ്ടാമത്തെ കോംപ്ലിക്കേഷൻ. എന്താ ഇത്? പേരുണ്ട്. എന്താ ഇത്? ന്യൂറോളജി പ്രശ്നമാണോ? ആണോ? ട്രാൻസിയന്റ് എൻസെഫലോപ്പതി ന്യൂറോളജി പ്രശ്നമാണ്. ആണല്ലേ? അല്ലേടേ? ആണ്. ഇത് താൽക്കാലികമായിട്ടുള്ള പ്രശ്നമാണോ? ട്രാൻസിയന്റ് എൻസെഫലോപ്പതി എന്ന് പറയുമ്പോ താൽക്കാലിക പ്രശ്നം. കുട്ടികൾ വരുന്ന വെറും കുറച്ച് നേരത്തേക്കുള്ള സമയത്ത് താൽക്കാലികമാണ്. താൽക്കാലിക പ്രശ്നമല്ലേ? താൽക്കാലികമായിട്ടുള്ള ന്യൂറോളജിക്കൽ ഡിസ്ഫങ്ഷൻ ഉണ്ടാവും. ശരിയല്ലേ? അത് റിവേഴ്സിബിൾ ആണ്. കുട്ടികൾ എപ്പോഴും താൽക്കാലികമായിട്ടുള്ള ന്യൂറോളജിക്കൽ ഡിസ്ഫങ്ഷൻ വരുന്ന ട്രാൻസിയന്റ് എൻസെഫലോപ്പതി റിവേഴ്സിബിൾ ആണ്. പെർമനന്റ് അല്ല. ഇത് റിവേഴ്സിബിൾ ആണ്. പറഞ്ഞ താൽക്കാലികമാണ്. എന്ത് കാരണം? എന്താ എങ്ങനെ റിവേഴ്സിബിൾ ട്രീറ്റ് ചെയ്യാം? എങ്ങനെ ബിലിറൂബിൻ കൂടുമ്പോൾ ജോണ്ടിസ് ആണ് കാരണം, എൻസെഫലോപ്പതി ഉണ്ടായാൽ എങ്ങനെ ട്രീറ്റ് ചെയ്യാം? ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ പറ്റുമോ? ബ്ലഡിന്റെ ബിലിറൂബിൻ കൂടുന്നു, ജോണ്ടിസ് ഉണ്ടാവുന്നു, എൻസെഫലോപ്പതിയാണ്. ബ്ലഡ് ട്രാൻസ്ഫർ പറ്റുമോ? ബ്ലഡിന്റെ ബിലിറൂബിൻ കൂടി നിൽക്കുകയാണ്, ജോണ്ടിസ് കാരണം, എൻസെഫലോപ്പതിയാണ്. ഇവിടെ ട്രാൻസിയന്റിനകത്ത് എൻസെഫലോപ്പതി വന്നു കഴിഞ്ഞാൽ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ പറ്റുമോ? പറ്റും. ദ ട്രീറ്റ്മെന്റ് ഈസ് ആൾവേസ് ദ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ. കുട്ടികൾ എപ്പോഴും ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ട്രാൻസിയന്റ് എൻസെഫലോപ്പതിയുടെ ട്രീറ്റ്മെന്റ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ആണ്. കാരണം എന്താ? ട്രാൻസ്ഫ്യൂഷൻ സമയത്ത് നമുക്ക് എപ്പോഴും ബ്ലഡിലെ ബിലിറൂബിൻ കുറയ്ക്കാനുള്ള
ആക്ടിവിറ്റീസ് കൊടുക്കാൻ പറ്റത്തില്ലേ? ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ സമയത്ത് കുട്ടികളുടെ ബിൽറൂബിൻ കുറയ്ക്കാനുള്ള ആക്ടിവിറ്റീസ് തിരിച്ചുവിടാൻ പറ്റില്ലേ? തിരിച്ചു കൊടുക്കാൻ പറ്റില്ലേ? ബിൽറൂബിൻ കുറയ്ക്കാനുള്ള ആക്ടിവിറ്റീസിനെ തിരിച്ചു കൊടുക്കാൻ പറ്റില്ലേ? ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ വഴി കുട്ടികളുടെ ബിൽറൂബിൻ കുറയ്ക്കാനുള്ള ആക്ടിവിറ്റീസിനെ കൊടുക്കാൻ പറ്റില്ലേ? പറ്റുമല്ലോ, പറ്റുമല്ലോ, പറ്റും. അതേ കാരണം കേട്ടോ, അതാണ് ഈ ട്രീറ്റ്മെന്റ്, ട്രാൻസ്ഫ്യൂഷനിസ്റ്റ് ട്രീറ്റ്മെന്റ്. സോ ക്ലിയർ, ക്ലിയർ. എന്താ പഠിക്കുന്നത്? എന്താ പഠിക്കുന്നത്? ഇതുവരെ പഠിച്ചെന്താ? ഇതുവരെ ഇത്രയും ഡെപ്ത് ആയിട്ട് ഇത് പഠിച്ചു. ജോണ്ടിസ്, ജോണ്ടിസ് ശരിയല്ലേ? ജോണ്ടിസ് ശരിയല്ലേ? ജോണ്ടിസ്, ജോൺസ് എന്താ? അടുത്ത കേരള PSC എക്സാം സ്ഥലമാണ്. അടുത്ത കേരള PSC എക്സാമിന്റെ സ്ഥലമാണ് ജോണ്ടിസിന്റെ മാനേജ്മെന്റ്. അടുത്ത കേരള PSC എക്സാം സ്ഥിരം ചോദ്യമാണ് ജോണ്ടിസിന്റെ മാനേജ്മെന്റ് എന്താ? ഫോട്ടോ തെറാപ്പി അല്ലേ? അല്ലേടെ? അല്ലേടെ? ആണോ? ജോൺസ് ചോദ്യം വരും. ജോണ്ടിസിന്റെ എന്താ? ജോണ്ടിസിന്റെ മാനേജ്മെന്റ് എന്താ? ഫോട്ടോ തെറാപ്പി അല്ലേ? ജോണ്ടിസിന്റെ മാനേജ് എന്താ? ഫോട്ടോ തെറാപ്പി. ആരെ കണ്ടുപിടിച്ചത്? ആരാ ഫോട്ടോ തെറാപ്പി കണ്ടുപിടിച്ചത്? ഫോട്ടോ തെറാപ്പി കണ്ടുപിടിച്ചത് ക്രണർ. ഫോട്ടോ തെറാപ്പി ഇൻവെന്റഡ് ബൈ ഫോട്ടോ തെറാപ്പി ഇൻവെന്റഡ് ബൈ ക്രണർ. മറക്കരുത്. ജോണ്ടിസിന്റെ മാനേജ്മെന്റ് ഫോട്ടോ തെറാപ്പി കൊടുക്കാം. ഫോട്ടോ തെറാപ്പി കണ്ടുപിടിച്ച ആളുടെ പേര് ചോദിച്ചാൽ ക്രണർ എന്നാണ്. മറക്കരുത്. ഫോട്ടോ തെറാപ്പി എന്താ? ഫോട്ടോ തെറാപ്പി എന്താ? ഫോട്ടോ തെറാപ്പി എന്ന് പറഞ്ഞാൽ എന്താ? ചോദ്യം വരും. ഫോട്ടോ തെറാപ്പി യൂസ് ചെയ്യുന്ന ഇത് ലൈറ്റ്സിന്റെ കളർ എന്താ? ചോദ്യം വരും. ഇത് ലൈറ്റ്സ് റെഡ് ആണോ, യെല്ലോ ആണോ, ബ്ലൂ ആണോ, ഗ്രീൻ? ചോദ്യം വരും, ചോദ്യം വരും, എക്സാക്ട് ചോദ്യം വരും. ഫോട്ടോ തെറാപ്പി എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോട്ടോ തെറാപ്പി പറഞ്ഞാലേ, ഫോട്ടോ തെറാപ്പി എന്ന് പറഞ്ഞാൽ അൺകോൺജുഗേറ്റഡ് ഉള്ള ബിൽറൂബിൻ കുറയ്ക്കുന്ന പ്രോസസ് അല്ലേ? ഫോട്ടോ തെറാപ്പി എന്ന് പറഞ്ഞാൽ അൺകോൺജുഗേറ്റഡ് ഉള്ള ബിൽറൂബിൻ കുറയ്ക്കുന്ന പ്രോസസ് അല്ലേ? ആണോ അല്ലേ? ഫോട്ടോ തെറാപ്പി എന്ന് പറഞ്ഞാൽ അൺകോൺജുഗേറ്റഡ് ഉള്ള ബിൽറൂബിൻ കുറയ്ക്കുന്ന പ്രോസസ് അല്ലേ? അല്ലേ? ആണോ അല്ലയോ? ആണോ അല്ലയോ? ആവശ്യമില്ലാത്ത ബിൽറൂബിൻ ആണ്. അവിടെ എപ്പോഴും ഫോട്ടോ തെറാപ്പി യൂസ് ചെയ്യുന്ന ലൈറ്റ് ഏതാ? ആ ചോദ്യം. ഫോട്ടോ തെറാപ്പി യൂസ് ചെയ്യുന്ന ലൈറ്റ് ഏതാ? ബ്ലൂ വിസർ ഉണ്ടോ? ബ്ലൂ വിസർ ഉണ്ടോ? ബ്ലൂ. ഗ്രീൻ ഉണ്ടോ? ഗ്രീൻ ഉണ്ടോ? ബ്ലൂ അല്ലെങ്കിൽ ഗ്രീൻ അല്ലേ? ബ്ലൂ അല്ലെങ്കിൽ ഗ്രീൻ അല്ലെങ്കിൽ ഫ്ലൂറസെന്റ് അല്ലെങ്കിൽ ഹാലോജൻ ലൈറ്റ്. മറക്കരുത്. ബ്ലൂ അല്ലെങ്കിൽ ഗ്രീൻ അല്ലെങ്കിൽ ഫ്ലൂറസെന്റ് ഹാലോജൻ ലൈറ്റ്സ്. ചോദ്യം വരും. ഫോട്ടോ തെറാപ്പി യൂസ് ചെയ്യുന്ന ലൈറ്റ് ഏതാ? ബ്ലൂ അല്ലെങ്കിൽ ഗ്രീൻ അല്ലെങ്കിൽ ഫ്ലൂറസെന്റ് ഓർ ഹാലോജൻ ലൈറ്റ് എപ്പോഴും ഫോട്ടോ തെറാപ്പി യൂസ് ചെയ്യും. ചോദിക്കും. ആ ലൈറ്റ് എന്ത് ചെയ്യൂടെ? ആ ലൈറ്റ് എന്ത് ചെയ്യും? എന്ത് ചെയ്യും? എന്ത് ചെയ്യും? അൺകോൺജുഗേറ്റഡ് ബിൽറൂബിനെ കോൺജുഗേറ്റ് മാറ്റൂ. അൺകോൺജുഗേറ്റ് ആയിട്ടുള്ള ബിൽറൂബിനെ കോൺജുഗേറ്റ് മാറ്റോ? ആ ലൈറ്റ് ആ കുട്ടിയിൽ ആ ലൈറ്റ് ഇരിക്കുമ്പോൾ അൺകോൺജുഗേറ്റ് ബിൽറൂബിനെ കോൺജുഗേറ്റ് മാറ്റോ? മാറ്റോ? മാറ്റുമോ? മാറ്റോടെ? ആൽഫറേ, കുട്ടികളുടെ അടിക്കുന്ന സമയത്ത് അൺകോൺജുഗേറ്റ് ബിൽറൂബിൻ കോൺജുഗേറ്റ് മാറ്റോ? ബിൽറൂബിനെ അൺകോൺജുഗേറ്റ് ബിൽറൂബിൽ നിന്നും കോൺജുഗേറ്റ് മാറ്റില്ലേ? ബിൽറൂബിനെ അൺകോൺജുഗേറ്റ് നിന്ന് കോൺജുഗേറ്റ് മാറ്റം എപ്പോഴാണ് സാധിക്കുന്നത്? ബിൽറൂബിൻ കുട്ടികൾ എത്ര കൂടുമ്പോഴാണ്, എത്ര mg/d കൂടുമ്പോൾ നമ്മൾ യൂസ് ചെയ്യും? കുട്ടികൾ എപ്പോഴും 5 mg അല്ലേ? ബിൽറൂബിൻ ലെവൽ 5 mg/d കൂടുമ്പോൾ ചെയ്യാറില്ലേ? കുട്ടികൾ എപ്പോഴും 5 mg/d മുകളിൽ
ബിൽറൂബിൻ കൂടുമ്പോൾ ഫോട്ടോതെറാപ്പി യൂസ് ചെയ്യാറുണ്ട്. നേരത്തെ പഠിച്ച കാര്യമല്ലേ, 5 mg/day ബിൽറൂബിൻ എപ്പോഴും കുട്ടികൾ കൂടുമ്പോൾ ഫോട്ടോതെറാപ്പി യൂസ് ചെയ്യാറുണ്ട്. മറക്കരുത്, ചോദ്യം വരും. അവിടെ വീണ്ടും ചോദ്യമുണ്ട്, ഈ ഫോട്ടോതെറാപ്പി ചെയ്യാൻ വേണ്ടി എന്തൊക്കെ ടെക്നിക്സ് ഉണ്ട്? ഫോട്ടോതെറാപ്പി ചെയ്യാൻ വേണ്ടി എന്തൊക്കെ ടെക്നിക്സ് ഉണ്ട്? ചോദ്യം വരും. എന്തൊക്കെ ടെക്നിക്സ് ഉണ്ട്? ചോദ്യം വരും. ഈ സൺഡേ ഇപ്പൊ ക്ലാസ് ഒക്കെ രാവിലെ, സൺഡേ രാവിലെയും ഉച്ച ക്ലാസ് ഒക്കെ വെക്കട്ടെ. സൺഡേ വെക്കണോ വേണ്ടേ? സൺഡേ വെക്കട്ടെ. സൺഡേ വെക്കട്ടെ. വെക്കട്ടെ. ഇന്നെന്താ ഇന്ന് വെള്ളിയാഴ്ച? വെള്ളിയാണോ? ശരിയാണോ? ശരിയാണോ? ശനിയാണോ? വെള്ളി ശരിയേട്ടോ. അറിയാതെ ചോദിച്ചു. എല്ലാം മറന്നേക്ക്. എല്ലാം മായ്ച്ചു കളഞ്ഞേക്ക്. എല്ലാം മായ്ച്ചു കേട്ടോ. എല്ലാം മായ്ച്ചു കേട്ടോ. ഒന്നും പറഞ്ഞില്ല. എല്ലാം മായ്ച്ചു കേട്ടോ. ഞാൻ പറഞ്ഞിട്ടേ ഇല്ല. നാളെ ഉച്ചയ്ക്ക് ക്ലാസ് ഉണ്ട് കേട്ടോ. ഉച്ചയ്ക്ക് കേട്ടെ. രാവിലെ എണീക്കില്ലേ? ഉച്ചയ്ക്ക് ഫോട്ടോ ക്ഷീണമായിട്ടെ. ഉച്ച വെക്കട്ടെ. ഒരു 2:30 വെക്കട്ടെ. രാവിലെ എഴുന്നേക്കില്ല. 2:30 രാത്രി ഉണ്ട് കേട്ടോ. 2 ദിവസം ഉണ്ട്. ചില സമയം അറിയാതെ വായുന്നൊരു വാക്ക് വരും. ശരിയല്ലേ? സംസാരിക്കുമ്പോ അറിയാതെ വായുന്നൊരു വാക്ക് വീണു അല്ലേ? ശരിയല്ലേ? അറിയാതെ വായിൽ നിന്ന് വാക്കുകൾ വീണു പോറില്ലേ? റെക്കോർഡിങ് ആയിപ്പോ അല്ലേ പറഞ്ഞത്. ചില സമയം അറിയാതെ പറഞ്ഞും പോയി. എന്തായാലും നാളെ ഉച്ചയ്ക്ക് 2:30 ഉച്ചയ്ക്ക് 2:30 ഫസ്റ്റ് ക്ലാസ്. രാത്രി 9:30 സെക്കൻഡ് ക്ലാസ്. ഓക്കെ, ഉച്ചയ്ക്ക് 2:30 ഫസ്റ്റ് ക്ലാസ്, രാത്രി 9:30 സെക്കൻഡ് ക്ലാസ്. രണ്ടും ഡിഫറെന്റ് ടോപ്പിക്സ് ആയിരിക്കും കേട്ടോ. 2:30 ഫസ്റ്റ് ക്ലാസ്സും 9:30 സെക്കൻഡ് ക്ലാസ്സും. രണ്ടും 2 ടോപ്പിക് ആയിരിക്കും. ഓക്കെ, 2:30 and 9:30. ഓക്കെ, 2:30 and 9:30. 2:30 and 9:30 രണ്ട് സമയം 2 വ്യത്യസ്ത ക്ലാസ് ആയിരിക്കും. എല്ലാം കൃത്യമായി പറയുക. എക്സാമിൽ ചോദ്യം വരും. ഫോട്ടോതെറാപ്പി യൂസ് ചെയ്യുന്ന ടെക്നിക്സ് അതൊക്കെയാണ്. ഇവിടെ കൃത്യമായി ഓർമ്മ വേണം. ചോദ്യം വരും. ഇവിടെ എക്സാം കൃത്യമായി ചോദ്യം വരും. ഫോട്ടോതെറാപ്പി യൂസ് ചെയ്യുന്ന ടെക്നിക്സ് എപ്പോഴും ചോദ്യം വരും. എന്താണ് സാർ ജോണ്ടിസ് എത്ര പഠിക്കണം? അല്ലേ സാർ, ജോണ്ടിസ് എത്ര പഠിക്കണം? ജോണ്ടിസ് കുറെ മണിക്കൂറായി. എന്ത് പഠിക്കണം? എത്രയും എല്ലാം ചോദ്യമാണ്. ജോണ്ടിസ് ചോദ്യം വരും. ടെക്നിക് എന്തൊക്കെയാ അവിടെ ചോദ്യം? ജോണ്ടിസിൽ in the distance of light, the light എത്രയാ? then ജോണ്ടിസ് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന the distance of light, ഫോട്ടോതെറാപ്പിക്ക് യൂസ് ചെയ്യുന്ന the light in the distance എത്രയാ? എക്സാം ചോദിക്കും. ഫോട്ടോതെറാപ്പിക്ക് യൂസ് ചെയ്യുന്ന the light in the distance കൃത്യമായി എത്ര സെന്റിമീറ്റർ ചോദിക്കും. എക്സാം ചോദ്യ ഫോട്ടോതെറാപ്പിക്ക് യൂസ് ചെയ്യുന്ന ലൈറ്റിന്റെ the distance എത്ര സെന്റിമീറ്റർ ആണ്? 45 സെന്റിമീറ്റർ അല്ലേ? കേട്ടോ? യെസ്, എക്സാം ചോദ്യം കണ്ടോണ്ടായിരിക്കും. എക്സാമിന് 45 ചോദിക്കും, 45 സെന്റിമീറ്റർ ചോദിക്കും. എക്സാമിന് 45 സെന്റിമീറ്റർ സ്ഥിരം ചോദ്യമാ. എക്സാമിന്റെ ചോദ്യം എപ്പോഴും 40 സെന്റിമീറ്റർ. അത് ലൈറ്റ് എന്നല്ല, ഇത് ഫ്ലൂറസെന്റ് ആണോ, LED ആണോ, CSF ആണോ, അതർ ചോദ്യം. എത്ര സെന്റിമീറ്റർ ലെങ്ത് ഉണ്ട്? ഡിസ്റ്റൻസ് ഓഫ് ദ ലൈറ്റ് എത്രയാ?
ഡിസ്റ്റൻസ് ഓഫ് ലൈറ്റ് ചോദിക്കും 45 സെന്റിമീറ്റർ. പക്ഷെ നമ്മൾ പഠിക്കുമ്പോൾ എല്ലാ ലൈറ്റും പഠിക്കണം. ഫ്ലൂറസെന്റ് ലൈറ്റ് ആണെങ്കിൽ 45 സെന്റിമീറ്റർ. നമ്മൾ പഠിക്കുമ്പോൾ എല്ലാം പഠിക്കണം. ഫ്ലൂറസെന്റ് ആണെങ്കിൽ 45 സെന്റിമീറ്റർ. അതുപോലെ തന്നെ ഇതാ ചോദിക്കട്ടോ, 45 ഫ്ലൂറസെന്റ് അല്ലേ. ചിലപ്പോൾ LED ചോദിച്ചാലോ, ചില സമയത്ത് LED ചോദിച്ചതായിരിക്കും. LED എത്ര? LED ആണെങ്കിൽ 35 സെന്റിമീറ്റർ. LED ആണെങ്കിൽ 35 സെന്റിമീറ്റർ. CF ആണെങ്കിലോ, CF എത്രയാ? 20. CF 20. പക്ഷെ സ്ഥിര ചോദിച്ച 20, 35, 45 എന്ന് ചോദിച്ചത്. ഇവിടെ ചോദ്യം ഫോട്ടോ തെറാപ്പിക്ക് യൂസ് ചെയ്യുന്ന ദ ഡിസ്റ്റൻസ് ഓഫ് ദ ലൈറ്റ് സോഴ്സ് എന്ന് കൃത്യമായി ചോദിച്ചാൽ 35 45 20 കൃത്യമായി ചോദിച്ചത് 45. ഇവിടെ കൃത്യമായിട്ട് ദ ഡിസ്റ്റൻസ് ഓഫ് ലൈറ്റ് എത്രയായിരിക്കും? ഇവിടെ കൃത്യമായിട്ട് ദ ഡിസ്റ്റൻസ് ഓഫ് ലൈറ്റ് സോഴ്സ് ചോദിച്ചതായിരിക്കും 45. കേരള PC എക്സാമിന്റെ എല്ലാ ചോദ്യവും 45 ഉള്ളൂ. 45 മാത്രമേ ഉള്ളൂ. 20, 35 ഇതുവരെ ഒരു എക്സാമിന് കഴിഞ്ഞ 10 വർഷമായിട്ട് ഇതുവരെ 20, 35 ചോദിച്ചിട്ടില്ല. 45 ചോദ്യം. കിട്ടിയോ? ചോദ്യം വരും. ദ ഫ്ലൂറസെന്റ് ലൈറ്റ് ആണെങ്കിൽ എത്ര ഡിസ്റ്റൻസാ? ഫ്ലൂറസെന്റ് ലൈറ്റ് ആണെങ്കിൽ എത്ര ഡിസ്റ്റൻസ്? സ്പെസിഫിക് ആണ്. ഫ്ലൂറസ് എത്രയാ? 45. LED എത്രയാ? LED എത്രയാ? 35. CFL 20 സെന്റിമീറ്റർ. പിന്നെ ചെയ്യുമ്പോഴേ ഫോട്ടോ തെറാപ്പി ചെയ്യുമ്പോൾ എന്തൊക്കെയോ കവർ ചെയ്യണം. എന്തൊക്കെ കവർ ചെയ്യണം? ജെനിറ്റൽസ് ഫസ്റ്റ്, ജെനിറ്റൽസ്, ഐസ് അല്ലെ. ഐസും ജെനിറ്റൽ കവർ ചെയ്യണ്ടേ? ഐസും കവർ ചെയ്യണം. അതുപോലെ തന്നെ ജെനിറ്റൽസ് കവർ ചെയ്യണ്ടേ? കവർ ചെയ്യണം. ഐസും കവർ ചെയ്യണം. അതുപോലെ തന്നെ ജെനിറ്റൽ കവർ ചെയ്യണം. കവർ ചെയ്ത് മാത്രം മതിയോ? ഫോട്ടോ തെറാപ്പി ചെയ്യുമ്പോൾ ഇത് കവർ ചെയ്ത് മാത്രം. എത്ര മണിക്കൂർ ഇടപെട്ട് ഇപ്പോൾ കുട്ടിയെ പൊസിഷൻ മാറണം? എത്ര മണിക്കൂർ ഇടപെട്ട് കുട്ടിയെ പൊസിഷൻ മാറണം? എത്ര മണിക്കൂർ ഇടപെട്ട് കുട്ടിയെ പൊസിഷൻ ചേഞ്ച് ചെയ്യണം? ചോദ്യം വരും. കാരണം എല്ലാ ബോഡി പാർട്ടിലും എത്രയാണ്? കുട്ടിയില്ലേ, കുട്ടിയെ ഒരു സൈഡ് കിടക്കണമെങ്കിൽ, ഒരു സൈഡ് മാത്രം കിടക്കുകയാണെങ്കിൽ, ഒരു സൈഡ് കിടക്കുകയാണെങ്കിൽ 2 മണിക്കെത്തി തിരിച്ചെടുത്തണ്ടേ? ഫസ്റ്റ് 2 മണിക്കൂറിൽ ഒരു സൈഡ് ചരിഞ്ഞ് കിടക്കുകയാണെങ്കിൽ അടുത്ത 2 മണിക്കൂർ ആകുമ്പോൾ അടുത്ത സൈഡ് കിടത്തണ്ടേ അല്ലെ? ഒരു സൈഡിലാണെങ്കിൽ 2 മണിക്കൂർ ആകുമ്പോൾ പൊസിഷൻ മാറ്റണ്ടേ അല്ലെ? ഇത് എക്സ്പോഷർ ആകാത്ത പൊസിഷൻ കിടത്തണ്ടേ? എക്സ്പോഷർ ആകാത്ത പൊസിഷൻ തിരിച്ച് കിടത്തണ്ടേ? ഓരോ 2 മണിക്കൂർ ആകുമ്പോൾ കുഞ്ഞിനെ റീപൊസിഷൻ ചെയ്യണ്ടേ? ഓരോ 2 മണിക്കൂർ ആകുന്നതും ഈ ഫോട്ടോ തെറാപ്പി കുഞ്ഞിനെ റീപൊസിഷൻ ചെയ്യണം. മാത്രം അറിയാത്തുണ്ടോ? വേറെ ഇത് കൊടുക്കണ്ടോ? ഫ്ലൂയിഡ് കൊടുക്കണം. ചോദ്യം ഫ്ലൂയിഡ് ഉണ്ടോ? എന്ത് ഫ്ലൂയിഡാ? IV NS ആണോ? DNS ആണോ? ഫ്ലൂയിഡ് എടുത്ത് ബ്രസ്റ്റ് ഫീഡിങ് ആണോ? വെള്ളമാണോ? എന്താടേ? ബ്രസ്റ്റ് ഫീഡിങ്. ഫ്ലൂയിഡ് ആയിട്ട് എപ്പോഴും ബ്രസ്റ്റ് ഫീഡിങ് വഴിയാണ് ഫ്ലൂയിഡ് അല്ലേ? ശരിയല്ലേ? കുഞ്ഞിന് എപ്പോഴും ഫ്ലൂയിഡ് ആയിട്ട് എപ്പോഴും ബ്രസ്റ്റ് ഫീഡിങ് കൊടുക്കാറില്ലേ? എപ്പോഴും ബ്രസ്റ്റ് ഫീഡിങ് കൊടുക്കുക. എല്ലാ 2 മണിക്കൂറായിട്ടും ബ്രസ്റ്റ് ഫീഡിങ് കൊടുക്കണം. എല്ലാ 2 മണിക്കൂറായിട്ടും ഈ ഫോട്ടോ തെറാപ്പി ആണെങ്കിൽ ഈ പറഞ്ഞ ബ്രസ്റ്റ് ഫീഡിങ് കൊടുക്കണം. ചോദ്യം വരും, ഫോട്ടോ തെറാപ്പി കഴിയുകയാണെങ്കിൽ കുഞ്ഞിന് സ്റ്റൂളിന്റെ കളർ എന്താ? നേരത്തെ എന്ത് കളർ പറഞ്ഞ എന്തായിരിക്കും? നേരത്തെ എന്തോ വൈറ്റ് കളർ പറഞ്ഞ എവിടെയാ? നേരത്തെ എവിടെയോ വൈറ്റ് പറഞ്ഞ എവിടെയാ? വൈറ്റ് ഇവിടെ പറഞ്ഞു നേരത്തെ. ഞാൻ നേരത്തെ വൈറ്റ് പറഞ്ഞ എവിടെയാ? അതെവിടെ പറഞ്ഞു? എവിടെ പറഞ്ഞതാ?
സ്റ്റൂൾ വൈറ്റ് പറഞ്ഞ എവിടെയാ? സ്റ്റൂൾ വൈറ്റ് പറഞ്ഞ എവിടെയാ? പറഞ്ഞു തുടങ്ങിയില്ലേ? ജോൺസ് എവിടെയാ പറഞ്ഞ? ജോൺസ് ഫിസിയോളജിക്കാണോ പെത്തോളജിക്കാണോ? ഫിസിയോളജിയാ പെത്തോളജിക്കാണോ? സ്റ്റൂൾ വൈറ്റ് പറഞ്ഞ പെത്തോളജി അല്ലേ? പെത്തോളജി അല്ലേ? പെത്തോളജി. ഇവിടെ ഫോട്ടോതെറാപ്പി കഴിയുമ്പോൾ ചോദ്യം വരും. ഇവിടെ ഫോട്ടോതെറാപ്പി കഴിയുമ്പോൾ കുഞ്ഞിന് സ്റ്റൂളുകൾ എന്താ? അതും ചോദ്യം വേണം. ഇവിടെ കുട്ടി എന്താണ് ഫോട്ടോതെറാപ്പി കഴിയുമ്പോൾ എന്താണ്? എന്ത് സ്റ്റൂളാണ്? എന്ത് സ്റ്റൂളാണ്? ഗ്രീൻ അല്ലേ? ഗ്രീൻ അല്ലേ? ഗ്രീൻ സ്റ്റൂളാ. ഫോട്ടോതെറാപ്പി കഴിഞ്ഞാൽ ഗ്രീൻ സ്റ്റൂൾ ആയിരിക്കും. ഗ്രീൻ സ്റ്റൂളും അതുപോലെ തന്നെ ഗ്രീൻ യൂറിനും ആയിരിക്കും. ഗ്രീൻ സ്റ്റൂളും അതുപോലെ തന്നെ ഗ്രീൻ യൂറിനും ആയിരിക്കും. മറക്കരുത്, ഫോട്ടോതെറാപ്പി കഴിയുമ്പോഴും ഗ്രീൻ സ്റ്റൂളും അതുപോലെ തന്നെ ഗ്രീൻ യൂറിനും ആയിരിക്കും. നോർമൽ ആണെന്ന് കരുതുക. മറക്കരുത്, ഫോട്ടോതെറാപ്പി കഴിഞ്ഞാൽ ഗ്രീൻ സ്റ്റൂളും ഗ്രീൻ യൂറിനും വന്നാൽ നോർമൽ ആണെന്ന് കരുതുക. ക്ലിയർ? ക്ലിയർ? ഇനി എപ്പോ ചോദ്യം വരും? ഫോട്ടോതെറാപ്പി കഴിഞ്ഞു എപ്പോ നമ്മൾ ഈ പറഞ്ഞ ബിൽഡർ നോക്കും? എപ്പോ ബിൽഡർ നോക്കും? അത് ചോദ്യമാണ്. ഫോട്ടോതെറാപ്പി കഴിഞ്ഞാൽ എപ്പോഴാണ് നമ്മൾ ഈ പറഞ്ഞ ബിൽഡർ നോക്കും? എല്ലാം ചോദ്യമാണ്. ആഫ്റ്റർ ആണോ ബിഫോർ ആണോ? എവറി 12 hours, എല്ലാ 12 മണിക്കൂറാണ്. എല്ലാ 12 മണിക്കൂർ നമുക്ക് സിറം ബിൽഡർ നോക്കണം. ഫോട്ടോതെറാപ്പി കഴിഞ്ഞാൽ എല്ലാ 12 മണിക്കൂർ ആകുമ്പോഴും ബിൽഡർ നോക്കണം. ഇതാണ് ദ മേജർ തിങ്സ്. ക്ലിയർ? 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 യെസ്. ഇനി എന്താ കോമ്പിനേഷൻ ഉണ്ടാവും? ഫോട്ടോതെറാപ്പി കൊടുത്തു കഴിഞ്ഞു എന്താ കോമ്പിനേഷൻ ഉണ്ടാവും? ഫോട്ടോതെറാപ്പി കൊടുത്തു കഴിഞ്ഞ ശേഷം എന്തൊക്കെ കോംപ്ലിക്കേഷൻ ഉണ്ടാവും? ഇത് ഡീഹൈഡ്രേഷൻ ഉണ്ടാവും. ഡീഹൈഡ്രേഷൻ ഉണ്ടാവും. ഫോട്ടോതെറാപ്പി കൊടുത്തു കഴിഞ്ഞ കുട്ടിക്ക് ഡീഹൈഡ്രേഷൻ ഉണ്ടാവും. ചോദ്യം പറഞ്ഞുതരാം. ആരോ പറഞ്ഞു? ബ്രോൺസ് ബേബി സിൻഡ്രോം അല്ലേ? ശാലി പറഞ്ഞ പോലെ തന്നെ പറയാം. കറക്റ്റോടെ പറഞ്ഞാൽ ഫസ്റ്റ് എന്തുണ്ടാവും? കോംപ്ലിക്കേഷൻ ആയിട്ട് ഡീഹൈഡ്രേഷൻ വരും. അത് ഹൈപ്പോതെർമിയനോടെ. ഹൈപ്പോതെർമിയ ഹൈപ്പോതെർമിയ ഹൈപ്പോതെർമിയും ഉണ്ടാവോ? അത് ഹൈപ്പോ അല്ലെങ്കിൽ ഹൈപ്പർ ഉണ്ടാവോ? ഹൈപ്പോ അല്ലെങ്കിൽ ഹൈപ്പർ ഉണ്ടാവും. ഹൈപ്പോ അല്ലെങ്കിൽ ഹൈപ്പർ ഉണ്ടെങ്കിൽ കൂടെ ഫോട്ടോതെറാപ്പിയുടെ കോംപ്ലിക്കേഷൻ ഒന്നുകിൽ ഹൈപ്പോ അല്ലെങ്കിൽ ഹൈപ്പർ ഉണ്ടാവും, അല്ലെങ്കിൽ ഡീഹൈഡ്രേഷൻ ഉണ്ടാവും. ഇനിയാണ് ശാലിനി പറഞ്ഞ പോലെ തന്നെ ബ്രോൺസ് ബേബി സിൻഡ്രോം. കേരള PSC എക്സാമിന്റെ സ്ഥിരം ചോദ്യമാണ്. ഫോട്ടോതെറാപ്പിയുടെ കോംപ്ലിക്കേഷൻ ആയിട്ട് ബ്രോൺസ് ബേബി സിൻഡ്രോം എന്തായിരിക്കും? ഇതാ ചോദ്യം. പറഞ്ഞു അറിയാം. അറിയാം. സാറൊന്ന് വെള്ളം കുടിച്ചിട്ട് വരട്ടെ. വെള്ളം കുടിച്ചിട്ട് വരട്ടെ. വെള്ളം കുടിച്ചിട്ട് വരട്ടെ. അതിനുശേഷം സെക്രട്ടറി പോകാൻ പറയാം. സമയത്രായി? സമയത്രായി? തുടങ്ങിയ എടുക്കട്ടെ? 5 minute ബ്രേക്ക് എടുക്കട്ടെ? 5 minutes ബ്രേക്ക് എടുക്കട്ടെ? 5 minutes ബ്രേക്ക് എടുക്കട്ടെ? 5 minutes ബ്രേക്ക് എടുക്കട്ടെ? ചോദ്യം ഇങ്ങോട്ട്. ചോദ്യം ഉറപ്പായി കേട്ടോ. ചോദ്യം ഉറപ്പായിട്ട് ഇവിടെ ചോദ്യം ഉറപ്പായിട്ട് വരും. ബ്രേക്ക് 5 ബ്രേക്ക് ഓടിപ്പോയിട്ട് 11:20 25 വരുമോ? 11:20 25 വരുമോ? 11:20 25 വരുമോ? വരുമോ? എസ് എങ്കിൽ എസ്, നോമിനോ? എസ്.
സ്റ്റഡി ചെയ്യാം, സ്റ്റഡി ചെയ്യാം, സ്റ്റഡി ചെയ്യാം, സ്റ്റഡി ചെയ്യാമോ? ആ കിട്ടിയ നോട്ട് വായിച്ചപ്പോഴും പഠിച്ചപ്പോൾ പോയി മനസ്സിലാവും. ആ കിട്ടിയ നോട്ടില്ലേ, ആ കിട്ടിയ നോട്ട് വായിച്ചപ്പോഴും പഠിച്ചപ്പോഴും കുറെ കാര്യം മനസ്സിലാവും. ആദ്യം നോട്ട് വായിച്ചു പിന്നെ പഠിച്ച കുറെ മനസ്സിലാവും. ആദ്യം നോട്ട് വായിച്ചു പിന്നെ പഠിച്ചപ്പോൾ കുറെ കാര്യം മനസ്സിലാവും. ആ നോട്ട് കിട്ടിയ ആദ്യം മനസ്സിലായോ എല്ലാവരും? മനസ്സിലായോ? ആദ്യം നോട്ട് കിട്ടി രണ്ടാമത് പഠിച്ചപ്പോൾ മനസ്സിലാവും. ടുമാറോ നോട്ട് രാവിലെ തന്നെ വായിക്കും. ടുമാറോ നോട്ട് രാവിലെ തന്നെ വായിക്കും. രാവിലെ തന്നെ വായിക്കും. ഒരു 10-11 മണിക്ക്, 10-11 മണിക്ക് വായിക്കും. ശേഷം ക്ലാസ്സിൽ വരും. ശേഷം ക്ലാസ്സിൽ വരും. ശേഷം വരുമോ? ഒരു 10 മണിക്ക് നോട്ട് 10-11 മണിക്ക് വായിക്കും. വായിക്കും. സോ ദ കോംപ്ലിക്കേഷൻ പറഞ്ഞ ഫോട്ടോ തെറാപ്പിയുടെ കോംപ്ലിക്കേഷൻ പറഞ്ഞ ഫസ്റ്റ് വൺ ഇസ് ഹൈപ്പോതെറമി അല്ലെങ്കിൽ ഹൈപ്പോ അല്ലേ, ഹൈപ്പോതെറമി ഹൈപ്പോ വരാം, ഡീഹൈഡ്രേഷനും വരാം. അവിടെയാണ് വീണ്ടും ചോദ്യം, ബ്രോൺസ് ബേബി സിൻഡ്രോം എന്താ? ഫോട്ടോ തെറാപ്പിയുടെ കോംപ്ലിക്കേഷൻ ആയിട്ട് വരുന്ന ബ്രോൺസ് ബേബി സിൻഡ്രോം എന്ന് പറയുന്നത് എന്താ? ബ്രോൺസ് എന്ത് കളറാ മറന്ന് കുഞ്ഞു സ്കിന്നിന്? എന്ത് കളർ മാറും? ഇത് ബ്രൗൺ അല്ലേ? ബ്രോൺസ് എന്ന് പറയുമ്പോൾ സ്കിൻ എന്ന് പറയാം ബ്രൗൺ കളറല്ലേ? സ്കിൻ ഫോട്ടോ തെറാപ്പി കാരണം കുഞ്ഞു സ്കിൻ ബ്രൗൺ കളർ എന്ത് വിളിക്കാം? ഫോട്ടോ തെറാപ്പി കാരണം സ്കിൻ ബ്രൗൺ കളർ ആവുന്നു. ബ്രൗൺ ഡിസ്കളറേഷൻ ഉണ്ടാകുമെന്ന് വിളിക്കാം. ഫോട്ടോ തെറാപ്പി കാരണം കുഞ്ഞ് സ്കിൻ ബ്രൗൺ ഡിസ്കളറേഷൻ വന്നാൽ എന്ത് കണ്ടീഷനാ? ഫോട്ടോ തെറാപ്പിയുടെ കോംപ്ലിക്കേഷൻ ആയിട്ട് കുഞ്ഞിന്റെ സ്കിൻ ബ്രൗൺ ഡിസ്കളറേഷൻ വന്നാൽ എന്ത് കണ്ടീഷനാ? ബ്രോൺസ് ബേബി സിൻഡ്രോം. ഫോട്ടോ തെറാപ്പി ചെയ്യുന്നു, കുട്ടി ഫോട്ടോ തെറാപ്പി ചെയ്യുമ്പോൾ സ്കിൻ കളർ മാറി, പതിയെ മാറി ബ്രൗൺ ആയി മാറി. എന്ത് വിളിക്കാം? ബ്രോൺസ് അല്ലേ? ശരിയല്ലേ? ഫോട്ടോ തെറാപ്പിയുടെ കോംപ്ലിക്കേഷൻ ആയിട്ട് ഫോട്ടോ തെറാപ്പി കണ്ടിന്യൂസ് ചെയ്യുന്ന സമയത്ത് കുഞ്ഞ് സ്കിൻ കളർ പതിയെ മാറി ബ്രൗൺ ആയി മാറിയാൽ എന്ത് കണ്ടീഷനാ? ബ്രോൺസ് ബേബി സിൻഡ്രോം. ചോദിക്കും കോംപ്ലിക്കേഷൻ ഓഫ് ഫോട്ടോ തെറാപ്പി. ചോദ്യം എല്ലാ എക്സാമിലും ചോദിക്കാറുണ്ട്. കോംപ്ലിക്കേഷൻ ആയിട്ട് ഫോട്ടോ തെറാപ്പിയുടെ കോംപ്ലിക്കേഷൻ ആയിട്ട് ബ്രോൺസ് ബേബി സിൻഡ്രോം എന്താ? പതിയെ സ്കിൻ ബ്രൗണിഷ് ഡിസ്കളറേഷൻ ഉണ്ടായത് വിളിക്കാം ബ്രോൺസ് ബേബി സിൻഡ്രോം എന്ന് വിളിക്കാം. മറക്കരുത്, ചോദ്യം വരും. ബ്രോൺസ് ബേബി സിൻഡ്രോം എന്ന് പറയുമ്പോൾ എന്താണ്? ഫോട്ടോ തെറാപ്പിയുടെ കോംപ്ലിക്കേഷൻ ആണ്. ബ്രോൺസ് ബേബി സിൻഡ്രോം എന്താണ്? എപ്പോഴും ഫോട്ടോ തെറാപ്പിയുടെ കോംപ്ലിക്കേഷൻ ആണ്. ക്ലിയർ? സോ ജോണ്ടിസ് കിട്ടിയോ? ജോണ്ടിസ് എന്ന കിട്ടിയോ? ജോണ്ടിസ് എന്ന കണ്ടീഷൻ ഫുൾ ക്ലിയർ ആണ് എല്ലാവർക്കും? ജോണ്ടിസ് എന്ന കണ്ടീഷൻ ഫുൾ ക്ലിയർ ആയ കുഞ്ഞെ, ഒരു ചോദ്യം എല്ലാ എക്സാമിനും പീഡിയാട്രിക് ചോദ്യം ചോദിക്കാറുണ്ട്. ചോദ്യം മനസ്സിലോടുന്നു, ഒന്നുകിൽ കോംപ്ലിക്കേഷൻ അല്ലെങ്കിൽ ടൈപ്സ് അല്ലേ? ഒന്നുകിൽ കോംപ്ലിക്കേഷൻ അല്ലെങ്കിൽ ടൈപ്സ്, അല്ലെങ്കിൽ ഇത്ര mg/dl ആണ്. ഒന്നുകിൽ കോംപ്ലിക്കേഷൻ അല്ലെങ്കിൽ ടൈപ്സ്, അല്ലെങ്കിൽ എത്ര mg/dl ആണ് ചോദ്യം എപ്പോഴും വരാറുണ്ട്. എഴുതും എല്ലാവരും? എഴുതും. സ്റ്റൂൾ എന്താ? സ്റ്റൂൾ കളർ ആഫ്റ്റർ ഫോട്ടോ തെറാപ്പി സ്റ്റൂൾ എന്താ? ആഫ്റ്റർ ഗ്രീൻ. എല്ലാം ചോദ്യം
അത് ബ്രോൺസ് ബേബി സിൻഡ്രോം എന്താ? ഫോട്ടോതെറാപ്പി കാരണം സ്കിൻ കളർ ബ്രൗണിഷ് ആവുന്നു. ഓക്കെ, ടുമോറോ ഉച്ചയ്ക്ക് 2:30 മണിക്ക് ക്ലാസ് ഉണ്ട്. 2:30 മണിക്ക് 2:30 മണിക്കും രാത്രി 9 മണിക്ക് 2:30 മണിക്കും രാത്രി ഞാൻ പറഞ്ഞ ചോദ്യം 2:30 മണിക്കും രാത്രി 9 ചോദ്യം ക്ലാസ് ഉണ്ട്, മറക്കരുത്. ഓക്കെ ഓക്കെ 2:30 മണിക്ക് ഉച്ചയ്ക്ക് 2:30 മണിക്ക് രാത്രി 9 ക്ലാസ് ചോദ്യങ്ങൾ കൃത്യം വരും. ശേഷം ഒരു കാര്യം പറയാനുണ്ട്, അടുത്ത ആഴ്ചയിൽ ഏതെങ്കിലും ദിവസത്തിൽ ഒരു ദിവസം നമുക്ക് ക്വസ്റ്റ്യൻ മാത്രം പഠിച്ചാലും ഓരോ സിസ്റ്റം വൈസ് ക്വസ്റ്റ്യൻ നോക്കിയാലും അടുത്ത ആഴ്ച ഏതെങ്കിലും ദിവസം ക്വസ്റ്റ്യൻ മാത്രം കുറിച്ച് പഠിക്കണം. ഏത് ദിവസം പഠിക്കും, എപ്പോഴും പഠിക്കും. ഞാൻ കുറെ ക്വസ്റ്റ്യൻ കൊണ്ടുവന്നു. ഇപ്പൊ കോഴിക്കോടുന്ന് കുറെ ക്വസ്റ്റ്യൻ കൊണ്ടുവന്നു. കോഴിക്കോടുന്നല്ലേ, കോഴിക്കോടുന്ന് കുറച്ച് ക്വസ്റ്റ്യൻ കൂടെ വന്നു. ട്യൂസ്ഡേ വേണ്ട, ട്യൂസ്ഡേ മീറ്റിംഗ് ഉണ്ട്. കോഴിക്കോടുന്ന് കുറെ ക്വസ്റ്റ്യൻ കൊണ്ടുവന്നു. ചുമ്മാ രണ്ടൊക്കെയുണ്ട്, കുറെ ക്വസ്റ്റ്യൻ കൊണ്ട് വന്നത്. ഓ സാറ്റർഡേ ഓക്കെ അല്ലേ? സാറ്റർഡേ ഓക്കെ അല്ലേ? സാറ്റർഡേ എന്താ ക്വസ്റ്റ്യൻ കൊണ്ടുവന്നു നോക്കാം വന്ന്. സോ പഠിക്കും. ടുമോറോ കാണാം. ആഫ്റ്റർനൂൺ 2:30 കാണാം. ഞാനിത് മഴത്തെ ഇത് കണക്ട് ചെയ്താലോ? വേണോ? കണക്ട് ചെയ്യണോ? അടിച്ചു പോവോ? കണക്ട് ചെയ്യണോ? ഇത് കൊടുത്തില്ല. കാണാം. ഗുഡ് നൈറ്റ്, ബൈ. ഗുഡ് നൈറ്റ്, ബൈ. നാളെ സൺഡേ ആണല്ലോ, മറന്നു കേട്ടോ. നാളെ സൺഡേ ആണെന്നൊക്കെ ശരിക്കും പറഞ്ഞു. ഫ്രൈഡേ ആണ് ക്ലാസ്.